വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ഇത് ഗാനകൈരളിയുടെ 6th സീരീസാണ്. 6th സീരീസിലെ ആദ്യത്തെ പ്രോഗ്രാമാണ്. ഇനിയും 2-3 പ്രോഗ്രാം കൂടി കാണും. ഇതും ഇന്നും നാളെയും മറ്റന്നാളും ഈ പ്രോഗ്രാംസ് നടത്തും. സംഗീതഭാരതിയെക്കുറിച്ച് 2 വാക്ക്. സംഗീതഭാരതി രൂപം പ്രാപിച്ചിട്ട് 30-ലേറെ വർഷങ്ങളായി. എൻ്റെ അച്ഛൻ സംഗീതജ്ഞനായ ശ്രീ മലബാർ ഗോപാലൻ നായരുടെ പേരിൽ തുടങ്ങിയ ഒരു സ്ഥാപനമാണിത്. റിസർച്ച് സ്ഥാപനമാണ് സംഗീതത്തിൻ്റെ. സംഗീതപരമായ പല ഉദ്ദേശ ലക്ഷ്യങ്ങളുമുണ്ട്. 10-25 ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ഗാനകൈരളി നടത്തുക എന്നുള്ളതാണ്. ഗാനകൈരളി നടത്തുവാനുള്ള കാരണം, മറ്റുള്ള സംസ്ഥാനങ്ങളിലുള്ളവർക്ക് മലയാളത്തിൽ കമ്പോസേഴ്സ് ഇല്ല, ക്ലാസിക്കൽ കമ്പോസേഴ്സ് ഇല്ല എന്നൊരു വിചാരമുണ്ട്. അത് മാറ്റാൻ വേണ്ടി നമ്മളുടെ ഒന്നാന്തരം കൃതികൾ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് സംഗീത ഭാരതിയുടെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു ഉദ്ദേശം. ഈ സ്ഥാപനം പല യൂണിവേഴ്സിറ്റികളും അംഗീകരിച്ചിട്ടുണ്ട്. MG യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഇവിടെ ഒരു റിസർച്ച് തന്നെ നടത്തിയിട്ടുണ്ട്. 8 പേരോളം സംഗീതഭാരതിയിൽ നിന്ന് PhD ബിരുദം നേടിയിട്ടുണ്ട്. കൊടൈക്കനാൽ വിമൻസ് യൂണിവേഴ്സിറ്റിയിൽ 45 പേര് ഇവിടുന്ന് സംഗീതഭാരതിയിൽ നിന്ന് MPhil കരസ്ഥമാക്കിയിട്ടുണ്ട്. അങ്ങനെ പലവിധ നല്ലൊരു 2500 പുസ്തകങ്ങളുള്ള സംഗീത പുസ്തകങ്ങളുള്ള ഒരു ലൈബ്രറി നമുക്കുണ്ട്. എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും ഒരു റിസർച്ച് സെൻറ്ററിന് വേണ്ടത് നമ്മുടെ സംഗീതഭാരതിയിലുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഗാനകൈരളിയാണ് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന പ്രോഗ്രാം നമ്മൾ നടത്തുന്നത്. ഗാനകൈരളി കൊണ്ട് ഉദ്ദേശിക്കുന്ന ഈ കീർത്തനങ്ങൾ മറ്റുള്ള സംസ്ഥാനങ്ങളും പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള കലാകാരന്മാരെ ഇവിടെ ക്ഷണിച്ചു വരുത്തി വളരെയധികം പേർ പാടിയിട്ടുണ്ട്. TM കൃഷ്ണ പാടിയിട്ടുണ്ട്, സഞ്ജയ് പാടിയിട്ടുണ്ട്, പിന്നെ സൗമ്യ പാടിയിട്ടുണ്ട്, മഹതി പാടിയിട്ടുണ്ട്, ഭരത് സുന്ദർ പാടിയിട്ടുണ്ട്. അങ്ങനെ ഒരു 10-20 പേരുടെ നിര എനിക്ക് പറയുവാൻ സാധിക്കും. ഇതെല്ലാം ചെയ്യുന്നത് ഞങ്ങളിവിടുന്ന് പാട്ടുകൾ, നമ്മുടെ കേരള കമ്പോസേഴ്സിൻ്റെ പാട്ടുകൾ റെക്കോർഡ് ചെയ്ത് അതിൻ്റെ സാഹിത്യവും അതിൻ്റെ അർത്ഥവും എഴുതി അവർക്ക് അയച്ചു കൊടുത്ത് അവർ പാടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വളരെ സ്ട്രെയിൻ ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമാണിത്, ഈ ഗാനകൈരളി. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെയുള്ള ചെറുപ്പക്കാരായ സംഗീതജ്ഞരെ വളരെയധികം ഈ സംഗീതഭാരതി പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഒരു ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. പിന്നെ മറ്റുള്ള സ്റ്റേറ്റിൽ നിന്ന് ആളുകളെ വിളിച്ച് പാടിക്കുന്നുണ്ട്. ഇപ്പോൾ സൗത്ത് ഇന്ത്യ മുഴുവൻ നമ്മുടെ ഗാനങ്ങൾ പാടി വരുന്നു. 1-2 ഗാനങ്ങൾ പാടി വരുന്നു ഒരു കച്ചേരിയിൽ എന്നുള്ളത് ഇവിടെ പറയേണ്ട കാര്യമാണ്. പിന്നെ 6ാമത്തെ സീരീസിലുള്ള ആദ്യത്തെ കച്ചേരിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിൻ്റെ തുടക്കം കുറിക്കുന്നത് നമ്മുടെ ശ്രീജിത്താണ്. ഐശ്വര്യമായിട്ട് തുടക്കം കുറിക്കുകയാണ്. അദ്ദേഹം ഒരു പ്രത്യേക രീതിയിലാണ് ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്നത്, ഗാനങ്ങൾ അവതരിപ്പിക്കുവാൻ പോകുന്നത്. അതെന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ. നമുക്ക് ആസ്വദിക്കാം, നമുക്ക് കാത്തിരിക്കാം. 400ഓളം കൃതികൾ സംഗീതഭാരതി ഓൺലൈൻ എന്നൊരു ചാനൽ സംഗീതഭാരതിക്കുണ്ട്. അതിൽ 400ഓളം മലയാള കൃതികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 50ാമത്തെ കച്ചേരിയാണെന്ന് തോന്നുന്നു ഇത്. ഈ 50 കച്ചേരികൾ ഇതിനകം നടത്തിക്കഴിഞ്ഞു. ഇനി ഈ പ്രാവശ്യം 6 കച്ചേരികളാണ് 3 ദിവസങ്ങളിലായിട്ട്. ഒന്ന് ശ്രീജിത്ത്, അത് കഴിഞ്ഞ് ഇത്തവണ കുറച്ച് വ്യത്യാസമുണ്ട്. അതായത് ഒരു കമ്പോസറുടെ തന്നെ കൃതികൾ, ഈ ശ്രീജിത്ത് പാടുന്ന കച്ചേരിയല്ല, ഇത് കഴിഞ്ഞുള്ള കച്ചേരികൾ, ഒരു കമ്പോസറുടെ തന്നെ പാട്ടുകൾ അവതരിപ്പിച്ചുകൊണ്ടുള്ള കച്ചേരിയായിരിക്കും. അതിലാദ്യം ധനലക്ഷ്മി അവതരിപ്പിക്കാൻ പോകുന്നത് ഇത് കഴിഞ്ഞ്.
പരമേശ്വര ഭാഗവതരുടെ കൃതികൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു കച്ചേരിയായിരിക്കും. അതുകൊണ്ട് പോലെ MD രാമനാഥൻ്റെ കച്ചേരിയുണ്ട്, അദ്ദേഹത്തിൻ്റെ കൃതികൾ ചേർത്തുള്ള കച്ചേരിയുണ്ട്. പിന്നെ അങ്ങനെ പലരുടെയും അദ്വൈതദാസർ അമേരിക്കയിലുള്ള ഒരു വ്യക്തിയാണ്, നല്ല കോമ്പസിഷൻസാണ്. അത് ശ്രീവത്സൻ ജയമേനോനാണ് പാടുന്നത്. പിന്നെയും ഈ 5 കച്ചേരികളുണ്ട്. അപ്പോൾ എല്ലാത്തിനും നിങ്ങളെല്ലാം വരണം. ഇത് ഈ 5 കച്ചേരികൾ തീമാറ്റിക് കച്ചേരിയാണെന്ന് പറയാം. കാരണം ഒരാളുടെ മാത്രം കൃതികളാണ്. അപ്പോൾ ഇതെല്ലാം കണ്ടെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അത് ബുദ്ധിമുട്ടി കണ്ടെടുത്ത് അത് സ്വരപ്പെടുത്തി എല്ലാവർക്കും കൊടുത്ത് അവർ പഠിച്ചാണ് പാടുന്നത്. ഇപ്പം ഇന്ന് തന്നെ നമ്മുടെ ധനലക്ഷ്മി പാടുന്നത് ഈ പാട്ടുകളൊക്കെ സ്വരപ്പെടുത്തിയത് മാത്രം ഞാൻ കൊടുത്തതേ ഉള്ളൂ. അത് പഠിച്ചാണ് ആ കുട്ടി പാടുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു കച്ചേരികളാണ് ഇവിടെ നടത്താൻ പോകുന്നത്. പിന്നെ നമ്മുടെ ശ്രീജിത്ത് നവരാത്രിയോടനുബന്ധിച്ച് ഇത് നടത്തണമെന്നായിരുന്നു വിചാരിച്ചിരുന്നു, പക്ഷേ സാധിച്ചില്ല. അദ്ദേഹം, ഞാൻ പറഞ്ഞല്ലോ എപ്രകാരമാണ് ഈ കച്ചേരി അവതരിപ്പിക്കുവാൻ പോകുന്നത് എന്നുള്ളത് വാസ്തവത്തിൽ എനിക്കറിയില്ല. നമുക്ക് ആസ്വദിക്കാം, പക്ഷേ നന്നായിരിക്കും. നല്ലൊരു സ്പീച്ചൊക്കെ അദ്ദേഹത്തിൻ്റെ ഇടയ്ക്കിടെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. പാട്ടിനോടൊപ്പം തന്നെ ഫിലോസോഫിക്കലായിട്ട് ഇത്രമാത്രം അറിവുള്ള ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ അദ്ദേഹം ക്ലാസിക്കൽ മ്യൂസിക് പാടാനൊന്നും അദ്ദേഹത്തിന് സമയമൊന്നുമില്ല, ഒട്ടും സമയമില്ല. പക്ഷേ പാടുന്നല്ലോ, ക്ലാസിക്കൽ പാടുന്നല്ലോ. ഈ പോലീസ് വിഭാഗത്തിൽ ലൈറ്റ് മ്യൂസിക്കും സിനിമാ ഗാനങ്ങളും പാടുന്ന പലരും കാണാം. പക്ഷെ ക്ലാസിക്കൽ മ്യൂസിക് പാടുന്ന ആരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ശ്രീജിത്ത് മാത്രമാണ് അതിൽ ഉള്ള ഒരു പ്രത്യേക വ്യക്തി എന്ന് ഞാൻ ധരിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ അദ്ദേഹം സുകുമാരകലകളെല്ലാം അതിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. നിങ്ങൾ അത് ഒരുപക്ഷെ അതിശയിച്ചു പോകാം. ഞാൻ ഫിലോസോഫിക്കലായിട്ടുള്ള മന്ത്രതന്ത്രങ്ങളെല്ലാം അറിയാം. അത് മാറ്റി നിർത്താം. അല്ലാതെ മ്യൂസിക്കലായിട്ട് ക്ലാസിക്കൽ മ്യൂസിക്, ലൈറ്റ് മ്യൂസിക്, അതുപോലെ തന്നെ സിനിമാ ഗാനങ്ങൾ ഇതെല്ലാം പാടുന്നത് കൂടാതെ അദ്ദേഹം 9 വർഷം മോഹിനിയാട്ടം പഠിച്ചിട്ടുണ്ട്, ഭരതനാട്യം പഠിച്ചിട്ടുണ്ട്, വയലിൻ അക്കമ്പനി ചെയ്തിട്ടുണ്ട്, മൃദംഗം അക്കമ്പനി ചെയ്തിട്ടുണ്ട് വോക്കൽ കോൺസെർട്സിന്. അപ്പോൾ ഇതെങ്ങനെ സാധിക്കുന്നു എന്ന് ഞാൻ അതിശയിച്ച് പോവുകയാണ്. അത് നിങ്ങൾക്കിന്ന് ആസ്വദിക്കാം അദ്ദേഹത്തിൻ്റെ കച്ചേരി. പിന്നെ അദ്ദേഹത്തിന് അക്കമ്പനി ചെയ്യുന്നത് അച്ഛനും മകളും ഒരേ വേദിയിൽ പ്രവർത്തിക്കുക എന്ന് പറയുന്നത് ഒരു അത്യപൂർവമായ കാര്യമാണ്. മകൾ മീനാക്ഷിയും അച്ഛൻ മനു, കടമ്പനിട്ട വാസുദേവൻ പിള്ള സാറിൻ്റെ മകനും പൗത്രിയും. അപ്പോൾ ആ ഒരു പാരമ്പര്യ ശുദ്ധത ഉള്ളൊരു ഫാമിലിയിൽ വന്നിട്ടുള്ളവരാണ്. പിന്നെ അനന്തകൃഷ്ണനും ഒരു നല്ല പാരമ്പര്യ ശുദ്ധിയുള്ള ഒരു വ്യക്തിയാണ്, ഗഞ്ചിറയിൽ. പിന്നെ മഹേശ്വരൻ ഘടം വായിക്കുന്നു. ഇവരെല്ലാം കൂടെ ഇന്ന് നല്ലൊരു സതിര് നമുക്ക് തരുവാൻ പോവുകയാണ്. നമുക്ക് അവരെ സ്വാഗതം ചെയ്യാം. ടീച്ചറുടെ സ്നേഹവായ്പിന് എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല. ഈ രൂപത്തിലുള്ള മോഹിനി എങ്ങനെ ഇരിക്കും നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. മോഹിനിയാട്ടമൊക്കെ പണ്ട് ഏതോ കാലത്ത് പഠിച്ച് ഈ ഗുണ്ടാരൂപത്തിലുള്ളവർ മോഹിനിയായിട്ട് വരുന്നത് എങ്ങനെയായിരിക്കും എന്ന് ഞാൻ തന്നെ ഇരുന്ന് സങ്കല്പിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും. ടീച്ചറുടെ നിസ്സീമ മഹാസ്നേഹവായ്പാണ് എന്നെ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. എനിക്ക് പാടാനൊന്നും വലുതായിട്ട് അറിയൊന്നുമില്ല, പക്ഷെ എനിക്ക് പാട്ടിനോട് ഭയങ്കര സ്നേഹവും അഭിനിവേശവുമാണ്. ടീച്ചർ എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്ന 2 കാര്യമാണ്. ഒന്ന്, നവരാത്രിയെക്കുറിച്ച് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നവരാത്രിയെക്കുറിച്ചും നവരാത്രി ആഘോഷങ്ങളെക്കുറിച്ചും പാട്ടിൻ്റെ ഇടയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം. നിർത്താറാവും. ടീച്ചർ എന്നോട് പറഞ്ഞു, ഇനി കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹരികഥാ കാലക്ഷേപം തിരിച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ തയ്യാറാണ് ടീച്ചർ.
അപ്പോൾ അങ്ങനെ ഒരു കഥാക്ഷേപത്തിൻ്റെ ഭാഗമായിട്ടുള്ള രീതിയിൽ ഒരു പാട്ട്, പിന്നെ എന്തെങ്കിലുമൊക്കെ പറയാം. മിക്കവാറും ഞാൻ ആ പാട്ടിനെ അധികരിച്ച് എന്തെങ്കിലും പറയാൻ ഞാൻ ശ്രമിക്കാം. പിന്നെ എൻ്റെ വീട്ടുകാരെപ്പോഴും എന്നെ പറഞ്ഞ് കളിയാക്കുന്നൊരു കാര്യമുണ്ട്, മൈക്ക് കിട്ടി എനിക്ക് കൺട്രോൾ പോകുന്നു. അങ്ങനെയുള്ള കൺട്രോൾ പോയാൽ നിയന്ത്രിക്കാൻ ടീച്ചറോട് ഉണ്ടാവും എന്നുള്ള ഒരു വിശ്വാസത്തിൽ ഞാൻ ഒരു വളരെ ലൈറ്റായിട്ടുള്ളൊരു ഗണപതി സ്തുതി, പഴവങ്ങാട് ഗണപതിയെ ഇന്ന് രാവിലെ ഗണപതി ഹോമമൊക്കെ കഴിച്ചിട്ടുണ്ട് ടീച്ചറെ. നല്ല പേടിയുണ്ട്. ഇവിടെ മറ്റെവിടെയും പാടുന്ന പോലല്ല ടീച്ചറിന്റെ മുമ്പിൽ ഇരുന്ന് പാടുന്നത്. അത് എനിക്ക് ഒരു തരത്തിൽ വലിയ ആശ്വാസമായി. അത്രയും കുറച്ച് ചീത്തവിളി കേട്ടാൽ മതിയല്ലോ. അപ്പൊ ചീത്തവിളി എന്തായാലും ഉറപ്പ്. തുടങ്ങിക്കോട്ടെ ടീച്ചറെ. ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്തജംഭൂഫല സാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. ശ്രീവാഴും പഴവങ്ങാടിയിലെ ഗണപതി ഭഗവാനെ, ശ്രീപാർവതിയുടയ തനയ പ്രിയ ഗജമുഖ ബാലകനെ, വികടേശ്വര സുഭഗനുകദമൊരു ജീവിതമേ ഗണമേ, വിഘ്നം നിന്നടയിലുടയുമൊരു കേരമതാഗണമേ. ശ്രീവാഴും പഴവങ്ങാടിയിലെ ഗണപതി ഭഗവാനെ, ശ്രീപാർവതിയുടയ തനയ പ്രിയ ഗജമുഖ ബാലകനെ, വികടേശ്വര സുഭഗ സുഗതമൊരു ജീവിതമേ ഗണമേ, വിഘ്നം നിന്നടയിലുടയുമൊരു കേരമതാഗണമേ. ശ്രീവാഴും പഴവങ്ങാടിയിലെ ഗണപതി ഭഗവാനെ, ശ്രീപാർവതിയുടയ തനയ പ്രിയ ഗജമുഖ ബാലകനെ. പരമശിവനെയും ശക്തിയെയും വലം വെച്ചുടനെ പണ്ടൊരിക്കൽ മന്ദയത്തിൽ പഴം നേടി. പരമശിവനെയും ശക്തിയെയും വലം വെച്ചുടനെ പണ്ടൊരിക്കൽ മന്ദയത്തിൽ പഴം നേടി. ആ ഗണേശനു ഭരിത ഭക്തി മോദകം നൽകി അടിയനിയും വിഘ്ന നിഗ്രഹനുഗ്രഹം തേടി. ആ ഗണേശനു ഭരിത ഭക്തി മോദകം നൽകി അടിയനിയും വിഘ്ന നിഗ്രഹനുഗ്രഹം തേടി. ശ്രീവാഴും പഴവങ്ങാടിയിലെ ഗണപതി ഭഗവാനെ, ശ്രീപാർവതിയുടയ തനയ പ്രിയ ഗജമുഖ ബാലകനെ, വികടേശ്വര സുഭഗ സുഗതമൊരു ജീവിതമേ ഗണമേ, വിഘ്നം നിന്നടയിലുടയുമൊരു കേരമതാഗണമേ. ശ്രീവാഴും പഴവങ്ങാടിയിലെ ഗണപതി ഭഗവാനെ, ശ്രീപാർവതിയുടയ തനയ പ്രിയ ഗജമുഖ ബാലകനെ. ഇന്ദ്രബാഹുസ്തംഭഭഞ്ജനം ചെയ്തൊരു ഇളംപിരി വലംപിരി വിഗ്രഹം കണ്ടു. ഇന്ദ്രബാഹുസ്തംഭഭഞ്ജനം ചെയ്തു ഇളംപിരി വലംപിരി വിഗ്രഹം കണ്ടു. കരളിൽ ചതുർത്ഥി പ്രസന്ധിയാൽ കോർത്തൊരു അരളിമരമാല്യം അണിഞ്ഞ
അണിഞ്ഞവൾ നിന്നു കരളിൽ ചതുർത്ഥി പ്രസന്ധ്യയാൽ കോർത്തൊരു അരളിമലർമാല്യം അണിഞ്ഞവൾ നിന്നു ശ്രീവാഴും പഴവങ്ങാടിയിലെ ഗണപതി ഭഗവാനെ ശ്രീവാഗതിയുടയ തനയ ഗജമുഖപാലകനേ ഗണേശനു ഭഗവതമനു ജീവിതമേ ഗണമേ വിഘ്നം നടയിലുടയുമൊരു വേടമതാകണമേ ശ്രീവാഴും പഴവങ്ങാടിയിലെ ഗണപതി ഭഗവാനെ ശ്രീവാഗതിയുടയ തനയ ഗജമുഖപാലകനേ ഗണേശനു ഭഗവതമനു ജീവിതമേ ഗണമേ വിഘ്നം നടയിലുടയുമൊരു നേരമതാകണമേ വിഘ്നം നടയിലുടയുമൊരു നേരമതാകണമേ വിഘ്നം നടയിലുടയുമൊരു നേരമതാകണമേ. ഗണേശനും നവരാത്രിയും തമ്മിലുള്ള ബന്ധം ഗണേശന്റെ ജനനം എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം എന്ന് ഞാൻ കരുതുന്നു. പാർവതീദേവി എന്ന് പറയുന്ന സങ്കല്പം ത്രിമൂർത്തികൾ ശിവന്റെ ഭാര്യയായിട്ട് അറിയപ്പെടുന്നെങ്കിലും ത്രിപുരസുന്ദരി എന്ന് പറഞ്ഞ സങ്കല്പത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ദേവതയാണ് പാർവതി. നമ്മുടെ ത്രിപുരസുന്ദരി ആരാണെന്ന് ചോദിച്ചാൽ ദശമഹാവിദ്യകളുടെ രൂപത്തിലാണ് പരാശക്തി ഉപാസന ഭാരതത്തിൽ നിലവിലുള്ളത്. അതിന് ഞാൻ തുറന്നുള്ള കാര്യങ്ങളിൽ പറയാം ദശമഹാവിദ്യകൾ എന്താണെന്നുള്ളത്. അതിൽ ത്രിപുരസുന്ദരി എന്ന് പറയുന്നത് മൂന്നാമത്തെ ദേവതയാണ്. ഷോഡശി എന്നും അറിയപ്പെടും. ഷോഡശാക്ഷരി മന്ത്രം വഴി ത്രിപുരസുന്ദരിയെ ഉപാസിക്കുന്നുണ്ട്. അതിന് ശ്രീവിദ്യ എന്ന് പറയും. അപ്പൊ അതിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സങ്കല്പമായ പാർവതീദേവി സ്വന്തം ശരീരത്തിൽ നിന്നുള്ള മണ്ണും പൊടിയും കുങ്കുമവും ചേർത്ത് ഒരു രൂപം സൃഷ്ടിച്ചു എന്നാണ് കഥ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സൗന്ദര്യലഹരിയുടെ 2ാമത്തെ ശ്ലോകം ആദ്യം പറഞ്ഞുകൊണ്ട് ഞാനിതിൻ്റെ വ്യാഖ്യാനം പറയാം. തനീയാംസം പാംസം തവചരണ പങ്കേരുഹഭവം വിരിഞ്ചി സഞ്ചിന്വൻ വിരജയതി ലോകാന വികലം വഹത്യേനം ശൗരി കഥമപി സഹസ്രേണ ശിരസാം ഹരസംശുദ്ധ്യൈനം ഭജതി പശുതോദ്ധൂളന വിധിൻ. തനീയാംസം പാംസം നിന്റെ കാലിൽ നിന്ന് വീഴുന്ന തവചരണ പങ്കേരുഹഭവം നിന്റെ കാലിൽ നിന്ന് വീഴുന്ന പൊടിയെടുത്തു ആര്? വിരിഞ്ചി. വിരിഞ്ചി എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ്. സഞ്ചിന്വൻ കൂട്ടിവെച്ചു. വിരജ അതിലോകാന വികലം അവികലമായി ലോകത്തെ സൃഷ്ടിച്ചു. വഹത്യേനം ശൗരി വഹിക്കുന്നതാരാണ്? വിഷ്ണു. ശൗരി കഥമഭി കഷ്ടപ്പെട്ടിട്ടാ, എളുപ്പമല്ല. സഹസ്രേണ ശിരസാം 1000 ശിരസ്സുള്ള അനന്തന്റെ രൂപത്തിലാണ് ഈ പ്രപഞ്ചത്തെ താങ്ങി നിർത്തുന്നതെന്നാണ്. ഹരസംശുദ്ധീനം ഭജതി വസിതോദ്ധൂളന വിധിം. ഹരൻ ഇതിനെ അവസാനം നശിപ്പിച്ച് ഇല്ലാതാക്കുന്നു. ഇങ്ങനെയുള്ള ഈ പ്രപഞ്ച സൃഷ്ടിയും സംഹാരവും എല്ലാം നടക്കുന്നത് ഈ പരാശക്തിയുടെ കാലിൻ്റെ അടിയിലാണെന്നർത്ഥം. ആ കൺസെപ്റ്റിന്റെ വലുപ്പം എന്താണെന്ന് ആലോചിച്ച് നോക്കുക. വളരെ ബൃഹത്തായ കൺസെപ്റ്റ് ആയതുകൊണ്ട് അതിനെ നമ്മൾ എന്ത് പറഞ്ഞു എന്നറിയോ? ലളിത എന്ന് വിളിച്ചു. ഏറ്റവും ബൃഹത്തായ സാധനമാണ് അത്ര ഏറ്റവും ലളിതം. ലളിത എന്ന് വിളിച്ച ഈ ലളിതാ പരമേശ്വരിയുടെ കാലിൻ്റെ അടിയിൽ നടക്കുന്ന ഈ പ്രക്രിയ, അവിടുന്ന് കുറച്ച് പൊടിയും എടുത്ത് ശരീരത്തിലുള്ള കുങ്കുമവും എടുത്ത് ഈ പ്രപഞ്ചത്തിന്റെ നിയാമക ശക്തിയായിട്ടുള്ള ഒരു സാധനത്തെ സൃഷ്ടിച്ചു. ആര്? പാർവതീദേവി. അതിന് ഗണേശനായി. അദ്ദേഹത്തിന് ഗണേശത്തിന്റെ രൂപം കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ പാർവതീദേവി കുളിക്കാൻ പോയെന്നാണ് കഥ. കുളിക്കാൻ പോയാലും ഇല്ലെങ്കിൽ ശിവൻ വന്നിട്ട് തൃശ്ശൂലം കൊണ്ട് ഈ തല അങ്ങ് ഛേദിച്ച് കളഞ്ഞു. ഈ കുഞ്ഞിന്റെ തല ഹനിച്ച് കളഞ്ഞു. തലയില്ലാതാക്കിയിട്ട് ആ കുഞ്ഞിനെ ഇല്ലാതാക്കി. പാർവതീദേവി വന്ന് കോപിച്ചപ്പോൾ തെക്കോട്ട് നടന്നിട്ട് ആദ്യം കണ്ട മൃഗത്തിന്റെ മസ്തകം എടുത്തു കൊണ്ടുവന്ന് ആനയുടെ തല വെച്ച് കൊടുത്തു എന്നാണ് കഥ. ഇനി ഇതിന്റെ ശാസ്ത്രം. ഇത് കഥ. ശാസ്ത്രം ഞാൻ പറയാം. ഒരു ഏറ്റവും പ്രപഞ്ചത്തെ നിയന്ത്രിക്കാൻ ശക്തിയുള്ള ഒരു വ്യക്തി ഉണ്ടായാൽ പോലും
അദ്ദേഹത്തിന് ആധ്യാത്മിക തേജസ് ഉണരണമെങ്കിൽ സ്വന്തം തല വെട്ടിക്കളയണം. എന്ന് പറഞ്ഞാൽ അഹങ്കാരം ലവലേശമില്ലാതെ ആകണമെന്നർത്ഥം. അത് ഗണേശനല്ല, പാർവതി ദേവിയുടെ സ്വന്തം പുത്രനായാലും ലവലേശം അഹങ്കാരം ബാക്കിയുണ്ട്. അഹംബോധമുണ്ടെങ്കിൽ മനോബുദ്ധി അഹങ്കാര ചിത്താനി നാഹം എന്ന ശാസ്ത്രം, നിർവാണാഷ്ടകമാണ് ഞാൻ പറഞ്ഞത്. മനസ്സുമല്ല, ബുദ്ധിയുമല്ല, ചിത്തവുമല്ല, അഹങ്കാരവും ഞാനല്ല എന്നുള്ള തിരിച്ചറിവ് വരുമ്പോഴേ അതിനുവേണ്ടി എന്ത് ചെയ്തു? തല വെട്ടിക്കളഞ്ഞു. വെട്ടിക്കളഞ്ഞ തല വെച്ചതിന് ശേഷം ആധ്യാത്മിക ജീവിയും തപസ്വിയും മുമുക്ഷുവുമായിട്ടുള്ളൊരു വ്യക്തി എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനാണ് ആനയുടെ തല വെച്ചു കൊടുത്തത്. എന്ന് പറഞ്ഞാൽ ആന സംസാരിക്കില്ല, മിണ്ടാത്ത ആളാണ് ആന. രണ്ടാമത്, ഉയർന്ന മസ്തകം, വലിയ ചെവി, എല്ലാം കേൾക്കണം, എല്ലാം ശ്രവിക്കണം. ശ്രുതി സ്മൃതി പുരാണാനാം എന്നാണ് നമ്മുടെ ശാസ്ത്രത്തിൽ പറയുന്നത്. എല്ലാം കേൾക്കണം, കേട്ട് സ്വാംശീകരിച്ച് മസ്തകം വികസിക്കണം. ആ വികസിച്ച മസ്തകവും കഴിഞ്ഞിട്ട് നീണ്ട തുമ്പിക്കൈ വെച്ചുകൊണ്ട് മണത്ത് അറിഞ്ഞ് ബോധ്യം വന്ന സാധനങ്ങൾ മാത്രം ഉപയോഗിക്കുക. കണ്ണില്ല, വളരെ ചെറിയ കണ്ണ, അത്യാവശ്യം കാണേണ്ട രീതിയിൽ മാത്രമേ കാണാവൂ. ഇതായിരിക്കണം ഒരു ആധ്യാത്മിക ജീവിയായ മനുഷ്യന്റെ ലക്ഷണം എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഗണപതിക്ക് ആനയുടെ രൂപം കൊടുത്തത്. ആ ഗണപതിയുടെ ആ നിയാമക ശക്തിയെ നമ്മൾ സ്മരിക്കാതെ എന്ത് കാര്യം ചെയ്താലും മുടങ്ങും എന്ന് പറയുന്നതിൻ്റെ കാരണവും ഇത് തന്നെ. ഈ ആധ്യാത്മിക ചിന്തയില്ലാതെ ഉണരാൻ പാടില്ല. അപ്പം ഈ പ്രാപഞ്ചികമായ പരാശക്തിയുടെ നിയാമക ശക്തിയായിട്ടുള്ള ഗണേശന്റെ സ്തുതിയാണ് ഇപ്പം നമ്മൾ പാടിത്തീർത്തത്. നവരാത്രിയും ഇതുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് വെച്ചാൽ ഈ ഗണേശനാണ് നവരാത്രി ഉപാസകർക്ക് മുഴുവൻ വഴികാട്ടിയാവുന്നത്. അതെങ്ങനെയാണെന്നുള്ളത് ഇനി തുടർന്ന് പാടുമ്പം ഞാൻ പറയാം. ഇനി ഞാൻ ഇപ്പോൾ ഇവിടെ എൻ്റെ ഗുരുസ്ഥാനത്ത് ഒരുപാട് പേരുണ്ട്. ടീച്ചർ പരമഗുരു. ഇപ്പം ഞാൻ പാട്ട് പഠിക്കാനൊന്നും സമയം കിട്ടുന്നില്ല എന്നുള്ളതുകൊണ്ട് യൂട്യൂബ് വഴി ടീച്ചറുടെ ശിഷ്യന്മാരുടെയും ശ്യാമ പാടിയതും ധനലക്ഷ്മി പാടിയതും രഞ്ജിനി വർമ്മ പാടിയതും ഈ എൻ്റെ സഹോദരി പാടിയതും എല്ലാം കേട്ടാണ് ഇപ്പോൾ പഠിക്കുന്നത്. ആദ്യം പന്തളം പാലിനടുത്ത് പോയി കുറേ പഠിച്ചിട്ട് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകാൻ എനിക്ക് സമയം കിട്ടുന്നില്ല. അപ്പം യാത്രയിലുടനീളം ടീച്ചർ എവിടുന്നെങ്കിലുമൊക്കെ ടീച്ചറുടെ യൂട്യൂബൊക്കെ കണ്ട് അങ്ങനെ പഠിച്ച പാട്ടുകളാണ് പലപ്പോഴും പാടിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഞാൻ ടീച്ചറെ കാണുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് ടീച്ചർക്ക് വേണ്ടിയാണ് അടുത്ത പാട്ട് ഞാൻ പാടുന്നത്. അതൊരു പഞ്ചരത്ന കൃതിയാണ്. ആദ്യമായിട്ട് ഷഡ്കാല ഗോവിന്ദമാരാരെ ഇവിടുന്ന് സ്വാതി തിരുനാൾ ഒരു വലിയ യജ്ഞത്തിന് പറഞ്ഞയച്ചു. ആ യജ്ഞം എന്തായിരുന്നു വെച്ചാൽ ത്യാഗരാജസ്വാമികളെ ഇങ്ങോട്ട് കൊണ്ടുവരിക എന്നായിരുന്നു. അതിനൊരു ഗൂഢോദ്ദേശം അദ്ദേഹത്തിനുണ്ടായിരുന്നു. സ്വാതിരുനാളിന് സ്വാതിരുനാൾ ഒരു അസാധ്യ സാധകനായിരുന്നു. ഒരു നോട്ടത്തിൽ 34-ാം വയസ്സിൽ എത്ര കൃതികൾ രചിച്ചു, എന്തൊക്കെ കാണിച്ചു, ഹംസാനന്ദി ഉണ്ടാക്കിയത് അദ്ദേഹം ആണെന്നോ അല്ലാന്നോ ഒക്കെ പറയപ്പെടുന്നു. അങ്ങനെയുള്ള രാഗങ്ങളുടെയും കീർത്തനങ്ങളുടെയും സൃഷ്ടാവായിട്ട് 34-ാം വയസ്സിൽ പൊലിഞ്ഞു പോയെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രതിഭ എത്രത്തോളം ഉണ്ടായിരുന്നു നമുക്ക് അറിയാം. അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ രാമനെ ഇങ്ങനെ കൊണ്ടുവരിക എന്നുള്ളത്. കാരണം ആ കാലത്ത് ബ്രിട്ടീഷുകാരെ കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടിയിരുന്ന ഒരു മഹാരാജാവായിരുന്നു സ്വാതി തിരുനാൾ. ത്യാഗരാജസ്വാമികൾ നടന്നു പോയി കഴിയുമ്പോൾ, ഉഞ്ചവൃത്തിക്ക് പോയി കഴിയുമ്പം വീട്ടിൽ മോട്ടിക്കാൻ പോയ കള്ളന്മാർ കണ്ടിരിക്കുന്നതല്ല രാമലക്ഷ്മണന്മാരെയാണ്. കോദണ്ഡരാമനെ കണ്ടിട്ട് ഭയന്നു പോയിട്ടുള്ള കള്ളന്മാരുണ്ട്. ആ കള്ളന്മാരത്ര ഭാഗ്യവാന്മാരാണെന്ന് ഞാൻ ആലോചിച്ചത്. കാരണം മോട്ടിക്കാൻ പോയാലെങ്കിലും ഭഗവാനെ കണ്ടല്ലോ. അപ്പം അങ്ങനെയുള്ള ശ്രേഷ്ഠനായ ത്യാഗരാജസ്വാമികളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി കേരളത്തിൻ്റെ എൻവോയ് ആയിട്ട് പോയത്, തമിഴ്നാട്ടിലേക്ക് പോയത് ഷഡ്കാല ഗോവിന്ദമാരാരാണ്. ഞാനിപ്പോൾ ടീച്ചറെ കാണുന്ന ആ സ്ഥാനത്താണ്. കേരളത്തിൻ്റെ പ്രതിഭയും കേരളത്തിലെ കർണാടക സംഗീതത്തിന് ഇപ്പോൾ ഏതെങ്കിലും ഒരു മുഖമുണ്ടോ എന്ന് ചോദിച്ചാൽ പത്മശ്രീ കൊണ്ട് ആദരിക്കപ്പെട്ട നമ്മുടെ ടീച്ചറാണ്. ആ ടീച്ചർക്ക് വേണ്ടി ഈ പരമഗുരു പദത്തിൽ ഞാൻ അദ്ദേഹത്തെ കണ്ടുകൊണ്ട് എന്തൊരു മഹാനുഭാവല് പാടാൻ ഞാൻ തീരുമാനിക്കുകയാണ്. ശബ്ദം ഇടറുകയാണ് എല്ലാവരും. എനിക്ക് ഇവിടെ പാടാനാണ് ഏറ്റവും കൂടുതൽ ടെൻഷൻ.
കാരണം വെച്ചാൽ ഒരുപാട് വിവരമുള്ളവരിവിടെ ഉണ്ടെന്നുള്ള പേടികൊണ്ടാണ്. ఎంతరో భావులు ఎంతరో మహానుభావులు ఎంతరో మహానుభావులు ఎంతరో మహానుభావులు అంతరి చంద్రుని 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 సని నిజని నిజని బాబని జరి గరి 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 యంతరో ఓ భక్తాలు భావులు సా మగ్గానలో మనసి జలా గరి రి గరి రి సరి సరి సని ని గరి సరి గరి రి సని యంతరో ఓ మహాను బాబులు మానస వనదర వర సంగారము నిలి విమోతి బాగుగ బొడగనే వయంతరో ఓ మహాను బాబులు పబ మరి రే పబ మరి బాల్ మరి రి బాలి బబ బబ మరి రి గారి రి సారి యంతరో ఓ మహాను బాబులు సరగుణ పాదములగ స్వాందమ సరోజమును సమర్పణము దేవాయంతరో ఓ మహాను బాబులు సదని వారి దని గరి దని పబ పని దని గరి దని బబ పని దని బాబ రి మబ ని బ దని బ రి దని బ గరి దని బ మని గరి రి దని యంతరో ఓ మహాను బాబులు హరి పావనుడనే పరాత్మను గురించి పరమా తగము నిజమార్గమును పాడుకొను సల్లాభమును స్వరలయాది రాగమును తెలియవాయంతరో ఓ మమ పరి రి గరి ని సరి గరి రి సరి రి సరి రి గరి సరి మమ గరి సరి రి మబ ని సరి గరి రి సని బబ మరి గరి రి సరి
సని మబని రే మబని మమరి రే గరి సని గరి సని బని సని మరి మబ మబని సరి గరి సని బసని మమరి మమ బని గరి గరి హోయలు మీర నడలు గల్గ సరజుని సతా కనులజు చురును కజరీరులయ్య నంద భయోజిని మగ్నులై ముదంబునను యశముగలవయంతలో మబని రే మబని మమరి రే గరిదని మబని నిజా నిబని జరి గరి జరి మబని బని మబని గరి జరి మబ మబ నిబని మబరి మబ నిమబని జరి రి గరి జరి మబని నిజం గరి రి గరి జని జరి స నిమ మబరి మరి బమని బజాని బమరి గరి రి జరి గంతలో ఓ భగవదమౌ నివరజ సిద్ధి భాగరతన్ సనందన సదురగింగురు జగన గగ శివు సురనారదు పవన సోను బాలచంద్ర సరసుగ సరోజ వరులు సురవరులు పరమ పావనులు కనులు శాశ్వతులు కమల భవసుఖము సదానుభవులు గాయంతరో ఓ భగవాను పారి మరి మరి మపం మపారి గరి గరి ధని భని సవని సవ శ్రీ గరి సవ మబని రి మబని ధరి మబని పని ధని ధని ధరి రి రి గరి రి గరి రి గరి ధరి ధని ధని భని గరి రి సని ని మబని మబని ధని భరి గరి ధని ధరి ధని భవం బునలుని పరాగమ ధైర్యముల మానసపు నీవులను వదన సత్యమును రఘువన భక్తియుజ నింజగ దుర్మదములను గల్గ చేసినట్టి నెరింగి సనంబులను గుణ భజన కీర్తనము హరి 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 మబని బాబ బాబ మరి ని బబ సని బ శ్రీ సని బాబ గరి రి గరి రి రి గరి రి గరి రి రి సద బాబ రి గరి సని బ సరి సద బాబ మ రి రి గరి గరి సంతలో భాగవత రామాయణ శాస్త్ర పురాణ శివాది సన్మదముల గూఢముల ముప్పలి ముక్తోడి దురాంగరంగముల భావముల నెరిగి భావనాలయాది శిరాయువుల్ గలిగి నిరవధి సుఖాత్ములై త్యాగరాజాత్ముల నవయంతురో మమ్ము గిరిగోను వేల దేవారు రామభక్తుడైన త్యాగ రాజను എനിക്ക് ചെറിയൊരു അസുഖമുണ്ട്. അതിപ്പോൾ കയറി തൊണ്ടയ്ക്ക് പിടിച്ച് തുടങ്ങി. ഈ അസിഡിറ്റി കൂടിയിട്ടുള്ള പ്രശ്നമുണ്ട്.
അപ്പോൾ ഈ താഴത്തെ നോട്ട്സിന് ഇടയ്ക്കിടയ്ക്ക് ഒരു പിടുത്തം വരും. ലോകത്തുള്ള മരുന്ന് മുഴുവൻ കഴിച്ചുകൊണ്ടിരിക്കുക. പേടിപ്പിക്കാൻ പുതിയ ആൾക്കാർ വന്നു. എങ്ങനെയെങ്കിലും ഉള്ളത് പാടി പോകാന്ന് വിചാരിച്ചാൽ സമ്മതിക്കത്തില്ല. എന്തായാലും വന്നതിൽ വളരെ സന്തോഷം. ഇനി ഈ രാമഭക്തിയുടെ ഒരു പ്രത്യേകതയെക്കുറിച്ച് ത്യാഗരാജ സ്വാമികൾ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ ഓർമ്മിക്കാതിരിക്കുന്നത് ശരിയല്ലെന്ന് തോന്നി ഈ സന്ദർഭത്തിൽ. നവരാത്രിയെ കുറിച്ച് ടീച്ചർ സംസാരിക്കാൻ പറഞ്ഞു. നവരാത്രിയിൽ ദസറ എന്ന് പറഞ്ഞാണ് നമ്മൾ വടക്കേ ഇന്ത്യയിൽ മുഴുവൻ ആരാധിക്കുന്ന നവരാത്രി. ദശഹരയാണ് ശരിക്കും. അപ്പം അത് പലരും കരുതിയിരിക്കുന്ന ദശഹര എന്ന് പറഞ്ഞ ദശാനൻ അല്ലെങ്കിൽ ദശമുഖനെ ഇല്ലാതാക്കി ദശമുഖന്റെ നേരെയുള്ള വിജയത്തിന്റെ നാന്ദി, അതിൻ്റെ തുടക്കമാണ് എന്ത് വിജയദശമി. അങ്ങനെ തിന്മയുടെ മേൽ നന്മയ്ക്കുള്ള വിജയമായിട്ടാണ് നോർത്ത് ഇന്ത്യയിൽ മുഴുവൻ വിജയദശമി ആഘോഷിക്കുന്നത്. പക്ഷെ അവിടെ മറന്നു പോകാൻ പാടില്ലാത്തൊരു കാര്യം, ഈ രാവണൻ എന്ന് പറയുന്ന ആള് ദശമുഖൻ അത്ര വലിയ മോശക്കാരനൊന്നും ആയിരുന്നില്ല. അദ്ദേഹം ബ്രാഹ്മണനായിരുന്നു. നമ്മൾ അസുരന്മാരെല്ലാം കൊള്ളരുതാത്തവരെന്നൊക്കെ കരുതാണ്. പക്ഷെ അങ്ങനെയല്ല. രാവണൻ അസാധ്യ തപസ്വിയും ശിവഭക്തനും സംരംഭയോഗത്തിന്റെ വക്താവുമായിരുന്നു. സംരംഭയോഗം എന്താണെന്നുള്ളത് നമ്മളാരെയും കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മൾ ജ്ഞാനയോഗം കേട്ടിട്ടുണ്ട്, ധ്യാനയോഗം, ഭക്തിയോഗം. യോഗം എന്ന് പറഞ്ഞാൽ കൂടിച്ചേർന്നാണ് അർത്ഥം. ഐസ് വെള്ളമുണ്ട്. അല്ലേ, വയറിൻ്റെ. അപ്പോ ഈ ഞാൻ പറഞ്ഞോളൂ. ദശമുഖൻ. അപ്പൊ ഇദ്ദേഹം അസാധ്യ തപസ്വിയും ശിവഭക്തനും സംരംഭയോഗത്തിന്റെ വക്താവ്. അപ്പൊ ഞാൻ യോഗം എന്ന് പറഞ്ഞാൽ യോഗ ചിത്തവൃത്തി നിരോധ എന്നാണ് പതഞ്ജലിയുടെ പ്രമാണം. ഒന്നാമത്തെ യോഗസൂത്രം അതാണ്. യോഗ ചിത്തവൃത്തി നിരോധ. ചിത്തവൃത്തിയെ മുഴുവൻ നിരോധിക്കുന്ന പ്രക്രിയയാണ് യോഗം എന്ന് പറഞ്ഞാൽ പരമാത്മാവുമായിട്ടുള്ള യോഗം കൂടിച്ചേരലിനെയാണ് നമ്മൾ ചിത്തവൃത്തി നിരോധത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇതിനെന്തൊക്കെ വഴികളുണ്ടെന്ന് നോക്കിയപ്പം ഭക്തിയോഗം, നമ്മൾ ഭക്തിയോടെ ഭഗവാനെ വിളിക്കുന്നു, നല്ല കാര്യം. ധ്യാനിക്കുന്നു ചിലർ. ജ്ഞാനം, ചിന്ത, നിത്യാനിത്യ വിവേകം നടത്തുന്നു. കർമ്മയോഗം, അങ്ങനെ പല യോഗങ്ങളുണ്ട്, പല വഴികൾ. സംരംഭയോഗം എന്ന് പറഞ്ഞൊരു പ്രത്യേക യോഗമുണ്ട്. അതെന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഭഗവാൻ ഈ നന്മയും തിന്മയും വന്നിരിക്കുന്നത് പരബ്രഹ്മത്തിൽ നിന്ന് തന്നെയാണ്. വ്യത്യാസം, അനന്തമായ ബ്രഹ്മത്തിൽ നിന്നാണ് നന്മയും വന്നിരിക്കുന്നത്, തിന്മയും വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാകുമ്പം നന്മയിൽ കൂടെ മാത്രമേ ഭഗവാനെ പ്രാപിക്കാൻ പറ്റുള്ളൂ എന്ന് വെച്ചാൽ അല്ല, തിന്മയിൽ കൂടെയും പ്രാപിക്കാം. അപ്പൊ ഭഗവാനെ നിരന്തരം വെറുത്താൽ വെറുപ്പ് ഭഗവാനാണ്. എന്താണ് ഈ പ്രപഞ്ചത്തിൽ? പണ്ട് ശുഗമഹർഷി ബ്രഹ്മജ്ഞാനം തേടി നമ്മുടെ ഇദ്ദേഹത്തെ ജനക മഹാരാജാവിൻ്റെ അടുത്ത് പോയി. ജനകം വലിയ വിവരമുള്ളവനാണെന്ന് പറഞ്ഞാൽ പോയത്. അപ്പൊ ചെന്നപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാല് രണ്ടും പിണച്ചു വെച്ചിരിക്കുന്നത് ശിവലിംഗത്തിന്റെ മുകളിലും തല വെച്ചിരിക്കുന്നത് വിഷ്ണുവിന്റെ വിഗ്രഹത്തിന്റെ മുകളിലാണ്. അപ്പൊ ശുഗൻ വന്ന വഴി തിരിച്ചു നടന്നു. ശുഗൻ 17 വയസ്സുള്ള നിത്യ യൗവനമുള്ള ആളാണ്, ജ്ഞാനിയാണ്. ഭഗവാനെ, ഈശ്വരനെ നിന്ദിക്കുന്നിടത്താണോ ഞാൻ വന്നത് എന്ന് ചോദിച്ചപ്പോ ഉറങ്ങിക്കിടക്കുക എന്ന് ഭാവിച്ചിരുന്ന ജനകൻ വിളിച്ചു. എവിടെ പോന്നു? പറയും, വന്ന സ്ഥലം തെറ്റി, ഞാൻ അങ്ങേ അന്വേഷിച്ചല്ല വന്നത്, തെറ്റിപ്പോയി. അപ്പൊ ഞാൻ ഈശ്വര നിന്ന കാണിച്ച് ഈശ്വരന്റെ പുറത്ത് കയ്യും കാലും എടുത്ത് വെച്ചിരിക്കുന്നതാണ് ഇഷ്ടപ്പെടാത്തതെങ്കിൽ ആ കയ്യും കാലും എടുത്ത് ഈശ്വരൻ ഇല്ലാത്തടത്തേക്ക് വെച്ചേക്കാൻ പറഞ്ഞു. ബുദ്ധിമുട്ടി ദണ്ഡ നമസ്കാരം ചെയ്തു, ശിഷ്യനായി എന്നാണ് കഥ. അപ്പൊ അതുകൊണ്ട് ഈശ്വരൻ ഇല്ലാത്ത ഒരു സ്ഥലം എന്ന് പറഞ്ഞ സാധനം ഇല്ല. അപ്പം തിന്മയും ഈശ്വരനാണ്, നന്മയും ഈശ്വരനാണ്. നമ്മൾ ഗോഡ് ഇസ് ലവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പറയാൻ പേടിക്കുന്നൊരു സാധനമുണ്ട്, ഗോഡ് ഇസ് ഹേറ്റഡ് ഓൾസോ. ഹേറ്റഡും ഗോഡ് തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ല. അപ്പം
ഈ ജയവിജയന്മാരെന്ന് പറഞ്ഞ 2 വിദ്വാന്മാരായിരുന്നു ഭഗവാന്റെ കൂടെ, ദ്വാരപാലകന്മാരാ. ഇവർ തമ്മിൽ നമ്മൾ ഈ എപ്പോഴും ആവശ്യമുള്ള പണിയെ ചെയ്യാവൂ എന്നുള്ളത് നമ്മൾ ശാസ്ത്രങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആവശ്യമില്ലാത്തൊരു പണിക്ക് പോകരുത്. ഈ ജയവിജയന്മാർ ഒരു ദിവസം ഇരുന്ന് ഇങ്ങനെ പറഞ്ഞേ, നമ്മൾ ഇങ്ങനെ ഭയങ്കര യോദ്ധാവെന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, ഇതുവരെ നമ്മൾ ഇയാളുടെ ഒരു രൗദ്രമുഖം നമ്മൾ കണ്ടിട്ടില്ല. നമ്മളോട് എപ്പോഴും വളരെ ചിരിച്ചും കളിച്ചും ഒക്കെയാണ് സംസാരിക്കുന്നത്. ഇയാൾ ഭയങ്കര കിടിലൻ യോദ്ധാവാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പം ഇത് കണ്ടിട്ടുള്ള ഒരാളെ ഉണ്ടാവുള്ളൂ. അതാരാണ്? ഗരുഡ ഭഗവാനാണ്. അയാളോടൊന്ന് ചോദിക്കാം. അപ്പം ഗരുഡനോട് പോയി ചോദിച്ചു, എങ്ങനെയാ ഇങ്ങനെ യുദ്ധത്തിൽ എങ്ങനെയാ ഭയങ്കര. അപ്പം ഗരുഡൻ പറഞ്ഞു, ഗരുഡന് നല്ല വിവരമുണ്ട്, ജ്ഞാനിയാണ്. അപ്പം അദ്ദേഹം എന്ത് ചെയ്തു, ഞാനേ എൻ്റെ പുറകിലല്ലേ അങ്ങനെ ഇരിക്കാറ്, അതുകൊണ്ട് ഞാനിത് കാണാറില്ല, ഞാൻ മുമ്പോട്ട് നോക്കിയാ പോകുന്നത്, അതുകൊണ്ട് എനിക്കറിയാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പം വീണ്ടും ജയവിജയന്മാർ പറഞ്ഞു, പക്ഷേ ഇതൊന്ന് കാണണമല്ലോ, എന്താ അതിനുള്ള വഴി? ഇവർ തമ്മിൽ പറഞ്ഞുകൊണ്ടിരുന്നെങ്കിലും ഭഗവാൻ സർവ്വവ്യാപിയും സർവ്വജ്ഞാനിയും എല്ലാം അറിയുന്നവനായതുകൊണ്ട് ഭഗവാൻ ഇത് അറിഞ്ഞു. കുറച്ച് കഴിയുമ്പോൾ സനകാദി മുനികൾ ഭഗവാനെ അന്വേഷിച്ചു വന്നു. ഇവർ പറഞ്ഞു, ഒന്ന് മാറി നിൽക്കേ, കുറച്ച് കഴിയട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ കുറച്ച് നേരമൊക്കെ ക്ഷമിച്ചു. കുറേ നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവർക്ക് കലി വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പോയി ഭൂമിയിൽ കിടന്ന് നരകിക്ക്. ജയവിജയന്മാർക്കൊരു ശാപം അങ്ങ് കൊടുത്തു. ജയവിജയന്മാർ പിന്നെ കൈയും കാലം പിടിച്ചു. ഭഗവാനെ കോംപ്രമൈസിന് വിളിച്ചു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, എന്തെങ്കിലും ഒരു ഇളവ് ചെയ്ത് കൊടുക്കുക, പാവങ്ങളല്ലേ, വിവരക്കേട് കാണിച്ചല്ലേ പോട്ടെ. അപ്പോൾ സനകാദികൾ പറഞ്ഞു, ശരി, നിങ്ങൾക്ക് 7 ജന്മം ഭൂമിയിൽ ജീവിച്ച് ഭഗവാന്റെ നാമം സങ്കീർത്തനം ചെയ്ത് ഭഗവാന്റെ അടുത്ത് തിരിച്ചെത്താനുള്ളൊരു വഴിയുണ്ട്. അല്ലെങ്കിൽ 3 ജന്മം ഭഗവാന്റെ ശത്രുക്കളായി ജീവിച്ച് അതുവഴി ഭഗവാനാൽ മരണപ്പെടാനുള്ള യോഗം ഞങ്ങൾ തരാം. അപ്പം ഇവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ 3 ജന്മം മതി, ഞങ്ങൾക്ക് ഭഗവാനെ പിരിഞ്ഞ് 7 ജന്മം ഒന്നും ഇരിക്കാൻ വയ്യ. എൻ്റെ ഭാര്യയാണ് ടീച്ചറെ. അപ്പോൾ അങ്ങനെ ഇവർ 3 ജന്മം എടുത്തു. ആ 3 ജന്മം എടുത്ത് ആദ്യത്തെ ജന്മമാണ് ഹിരണ്യകശിപുവും ഹിരണ്യാക്ഷനും. അത് കഴിഞ്ഞുള്ള ജന്മമാണ് രാവണനും കുംഭകർണനും. അടുത്ത ജന്മമാണ്, ദ്വാപരയുഗത്തിലുള്ള ജന്മമാണ് ദന്താവക്ത്രനും ശിശുപാലനും. ഈ 6 പേരും ചെയ്ത പണി എന്താണെന്ന് വെച്ചാൽ ഭഗവാനെ നിരന്തരം വെറുക്കുക. ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും ഭഗവാനെ വെറുത്തുകൊണ്ടേയിരുന്നു. പക്ഷേ ഹിരണ്യകശിപുവിനൊക്കെ അവസാനം പറ്റിയ കഥകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പ്രഹ്ലാദനെ കൊണ്ട് സ്വൈരക്കേടായി എന്ന് വെച്ചാൽ ഇയാൾ മകൻ എന്ത് ചെയ്താലും ഭഗവൻ നാമം അല്ലാതെ വേറെ ഒന്നും പറയില്ല. അവസാനം മകനെ ഒന്ന് നന്നാക്കാൻ തീരുമാനിച്ച ഹിരണ്യകശിപു നിരന്തരം ഇയാളുടെ ചിന്ത എങ്ങനെയും എൻ്റെ മകനിൽ നിന്ന് കളയാമെന്ന് ആലോചിച്ചുകൊണ്ട് നിരന്തരം ഭഗവത് ചിന്തയിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നു. രാവണനും അവസാനം രാമനെന്നെ കൊല്ലുമല്ലോ 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 എന്ന് പേടിച്ചിട്ട് 13 ദിവസം മണ്ഡോദരിയെ പോലും കണ്ടില്ല എന്നാണ്. മണ്ഡോദരിയോട് അദ്ദേഹത്തിന് അസാധ്യ പ്രണയമായിരുന്നു. വീണാവാദിനിയായിരുന്നു, അസാധ്യ സംഗീതജ്ഞയാണെന്നാണ് പറയുന്നത് മണ്ഡോദരി. രാവണനും അതെ അസാധ്യ സംഗീതജ്ഞനാണ്. ഹരഹരപ്രിയ ഉണ്ടാക്കിയത് രാവണനാത്ര. അപ്പോൾ അങ്ങനെയുള്ള രാവണനും അവസാനത്തെ 13 ദിവസം രാമനെ കുറിച്ചല്ലാതെ വേറെ ഒന്നും ചിന്തിച്ചിട്ടില്ല. മണ്ഡോദരി നടന്നു വരുമ്പോൾ അയ്യോ രാമൻ വരുന്നു എന്ന് പറഞ്ഞ് പേടിച്ചിരുന്നതായിട്ടാണ് കഥ പറയുന്നത്. ഇങ്ങനെ നിരന്തരം ഭഗവാനെ വെറുക്കുന്ന അഭ്യാസത്തിനാണ് സംരംഭയോഗം എന്ന് പറയുന്നത്. ആ സംരംഭയോഗത്തിലൂടെ മോക്ഷം നേടിയവരാണ് ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും രാവണനും കുംഭകർണനും ദന്താവക്ത്രനും ശിശുപാലനും എല്ലാം. അപ്പം നമ്മൾ ഇവരെ ആരെയും മോശക്കാരായി കാണരുത് എന്ന് പറയാനും ഭഗവത് നാമം ഉച്ചരിക്കാനായിട്ടുള്ള ഒരു അവസരവും കളയരുതെന്ന് പറയാനുമാണ് ഞാൻ ഈ ഉദാഹരണം പറഞ്ഞത്. ഇനി ത്യാഗരാജസ്വാമികൾ രാമനെ കാണാനുള്ളൊരു എളുപ്പ വഴി പറഞ്ഞു തന്നിട്ടുണ്ട്. 96 കോടി തവണ രാമ എന്ന് പറഞ്ഞാൽ മതി, വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് ശ്രദ്ധ വേണ്ട, ഭക്തി വേണ്ട, ജ്ഞാനം വേണ്ട, ഒന്നും വേണ്ട. 96 കോടി തവണ രാമ എന്ന് ഉച്ചരിച്ചോ, രാമനെ കണ്ടിരിക്കും. ത്യാഗരാജസ്വാമികൾ പറഞ്ഞിട്ടുള്ള അനുഗ്രഹമാണ്, സത്യമാണ്. ഈ 96 കോടി ഇനി എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണക്കൂട്ടി നോക്കാം. രാമ 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 16 4 സെക്കൻഡ്. ഈ തോതിൽ ജപിച്ചാൽ 96 കോടി തികയാൻ വേണ്ടി 12 വർഷവും 3 മാസവും ദിവസവും 12.5 മണിക്കൂർ വെച്ച് ചെലവഴിച്ചാൽ പറ്റും. പക്ഷേ ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ചിരി വരും. വേറൊരു പണി നടക്കൂലല്ലോ സാറേ എന്നാണ് അടുത്ത ചോദ്യം.
പക്ഷേ ഞാൻ പറയുന്നു, നിങ്ങൾ ഈ വേറെ എല്ലാം നടത്തുന്ന പണിയും കഴിഞ്ഞിട്ട് അവസാനം പോയിട്ടേ എന്താ ചെയ്യേണ്ടതെന്നറിയാലോ? സ്വന്തം കിടക്കാനായിട്ടൊരു സ്ഥലം വേറെ വല്ലവനും തരേണ്ട അവസ്ഥയാണ്. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം അടക്കാനുള്ള സ്ഥലം വേറെ വല്ലവരും തരണം. അപ്പൊ ഈ സമയം മുഴുവൻ കളഞ്ഞിട്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. 12 കൊല്ലം ഇതിനു വേണ്ടി ചെലവഴിച്ച് വെച്ചിട്ട് ഒരു നഷ്ടവും വരാനില്ല. ഇപ്പൊ സംരംഭയോഗികളാകാം, ഭക്തിയോഗമാവാം, ഏത് യോഗമായാലും ഭഗവാനെ നിരന്തരം സ്മരിക്കാൻ ഉപകരിക്കുന്നതായിരിക്കണം ദശഹര എന്ന് പറഞ്ഞാൽ ദശമുഖമായി മാറിയിരിക്കുന്ന ദശേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനായിട്ടുള്ള വിജയമായിരിക്കണം വിജയദശമി. ഇതാണ് നോർത്ത് ഇന്ത്യയിലെ നവരാത്രി ആഘോഷം. ഇപ്പൊ രാവണൻ മോശക്കാരനല്ല, രാവണൻ സംരംഭയോഗിയാണ്. ആ സംരംഭയോഗത്തിലൂടെ ഭഗവാനെ പ്രാപിച്ച രാവണനെയും സ്മരിക്കാനുള്ള അവസരമാണ് നോർത്ത് ഇന്ത്യയില് ദശഹര. ഇനി ടീച്ചറുടെ ഒരു പാട്ട്, കോട്ടയം തമ്പുരാന്റെ ധ്യായേ മനുഷ്യ. പാടി കുഴപ്പമായ എന്നെ ചീത്ത പറയരുത്. ഗംഭീര നാട്ടരാഗം. മലയാളം കൃതി പാടണം എന്നുള്ളതിന് എനിക്ക് അളവ് തന്നെങ്കിലും ഞാനും മെനക്കെട്ട് ഒരെണ്ണം പഠിച്ചു. ഇത്രയും പറഞ്ഞ പോലെ ധ്യായേ മനിഷം ധ്യായേ മനിഷം ധ്യായേ മനിഷം ശ്രീപത്മനാഭോ 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 ധ്യായേ ശേഷഭോഗ ശയനോ ശയനം വരഭൂഷണ ഭോഗം ശയനം വരഭൂഷണ ഭോഗം ശയനം വരഭൂഷണ ഭൂഷിതവന ഔരുജവേശം ഭോഗം ശയനം വരഭൂഷണ ഭൂഷിതവന ഔരുജവേശം മനിനോ saga sani ba ni sa saga 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 sani ba ni sa saga sani sa ma ga ma ba ba ni ni ba ma ga ma ba ani ba ba ni ba ma ga ma ba ba ma ga saga sa ma ba ba na ma ga sani ba ma ni വേദവാദി ജനമാനസ നളിനി മോദദായി ചരണാപുരുഹാന്ത നീലവാരി പരരാപമോദയുധ നീലകണ്ഠകള സുന്ദര ഗാത്രം മനുഷ്യ മഗ സഗ സാബ മ ഗ മ ബനി ബ ബ സനി ബ മ ഗ മ ബനി ബനി സ ആനി ബ ഗ സനി ബനി സ സഗ ഗ മ ഗ സനി ബ മ ബ സനി ബ മ ഗ സനി ജ മനുഷ്യ ദേവരാജ ഗജരാജ ഹസ്ത ഋഷി വരോ രുഢ മന്ദിര
സാനുലം ദേഹനീലഘന ശോഭമാന സൗദാമണി സദശാനകപദരം Bani bama bani bani bama gama baga bama gazani gama baba samaga samaga zani zani baba samaga zani baba bazani baba baba gazani Sinkalanchita katin viraja dakilanda chanda varigo navijal yoganada janagara vinda jani bhumi nabi viladani jane havya Zani bama gama bani zani bama gama baga bama gazani zaga zaga zani bama maga sani bama bani gama gazani bama bazani bama ni bama gaza Indira labu jindara zarchida jandanandrujira kaustubahar Garan Daksha Shivagana Nakta Pani Yugaram Yadulavam Manisha Sani Bazani Bamani Bama Maga Maga Bamani Bazani Bani Zaza Azazam Gazani Niza Gazani Zagama Bama Gama Gazani Bazani Bama Manisha Billu Bimba Badanam Badanachada Binna Bimbarudi Gundaduranda Kandamana Mani Gundalamaldi Daganda Vriktavari Dandagada Yevaniya Kaza Baba Mama Bani Baba Bani Bama Bama Magazani Zaga Zaga Magazani Zaga Maba Gama Bani Bani Nizaga Nizaga Mama Magazani Baba Gaga Yevaniya Ratnamagudam Kamalavani Samyuta Muni Surari Vijay Chinnayi Kavi Paranjina Buruli Anji Bhuma Virada Jaya Manijam Jipatarabo Jaya Manijam Anijam ഒപ്പിച്ച് പത്മനാഭനെ സ്മരിക്കാതെ തിരുവനന്തപുരത്ത് പാടാൻ പാടില്ല. പക്ഷെ പത്മനാഭസ്വാമിക്കും പത്മനാഭനും നവരാത്രിയായിട്ട് വലിയൊരു ബന്ധമുണ്ട്. അതിനി പറയാം. ദേവി മഹാത്മ്യത്തിലെ 1-ാം അധ്യായം കാളി രൂപത്തിൽ, അതായത് നമ്മുടെ ഈ നവരാത്രിക്ക് സാധാരണ കേരളത്തിൽ ആചരിച്ചു വരുന്ന മഹിഷാസുരനെ വധിച്ചതിൻ്റെ വിജയാഘോഷമായിട്ടാണ്. പ്രഥമം ശൈലപുത്രീതി, ദ്വിതീയം ബ്രഹ്മചാരിണി, തൃതീയം ചന്ദ്രകണ്ഠേരി, കൂഷ്മാണ്ഡേരി ചതുർത്ഥകം, പഞ്ചമം സ്കന്ധമാദേതി, ഷഷ്ടം കാത്യായനീചിത, സപ്തമം കാളരാത്രീതി, മഹാഗൗരീതി ചാഷ്ടമം, നവമം സിദ്ധിതാ പ്രോക്ത, നവദുർഗാ പ്രകീർത്തിത. ഇങ്ങനെയാണ് നമ്മുടെ കേരളത്തിലെ ആചാരം. ഈ ആചാരപ്രകാരം കാളി രൂപത്തിലും ലക്ഷ്മി രൂപത്തിലും സരസ്വതി രൂപത്തിലുമുള്ള ദേവി മഹിഷാസുരനെ വധിച്ചതിൻ്റെ ആഘോഷം. പക്ഷെ ഇതിന് മുമ്പ് ഈ ദശമഹാവിദ്യകളെ കുറിച്ച് ഞാൻ പറഞ്ഞു. അതിന് അടുത്ത് പറയാം. അടുത്ത് സരസ്വതി ടീച്ചർ പാടാൻ പറഞ്ഞ സരസ്വതി എൻ്റെ കയ്യിലുണ്ട്. അപ്പം ഈ ആദ്യത്തെ അധ്യായത്തില് ബ്രഹ്മാവിനെ ജനിപ്പിച്ചിരിക്കുന്ന ഭഗവാനാണ് ശ്രീ പത്മനാഭൻ. ആ രൂപത്തിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. പത്മനാഭസ്വാമിയുടെ പ്രതിഷ്ഠ അതാണ്. ബ്രഹ്മാവിനെ ജനിപ്പിച്ചൊക്കെ കഴിഞ്ഞ് ബ്രഹ്മാവ് ഇങ്ങനെ വലിയ കാര്യത്തിൽ വന്നിരിക്കുകയാണ്, സൃഷ്ടി തുടങ്ങാൻ പോവാണ്. അപ്പം ഇദ്ദേഹം യോഗനിദ്രയിലാണ്. ആര്? പത്മനാഭൻ യോഗനിദ്രയിലാണ്. അപ്പം അന്നാണ് അദ്ദേഹത്തിന് പത്മനാഭൻ എന്ന് പേര് വരുന്നത്. കാരണം വെച്ചാൽ നാഭിയിൽ നിന്ന് പത്മം ഉദിച്ചിട്ടാണ്, അതിലാണ് ബ്രഹ്മാവ് വരുന്നത്. അങ്ങനെ ഇരിക്കുന്ന ബ്രഹ്മാവ് ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ഈ വിഷ്ണുവിൻ്റെ ചെവിയിൽ നിന്ന് കർണമലം തെറിച്ച് പുറത്തേക്ക് പോയി.
ചെവിക്കകത്ത് നമ്മൾ ഈ ചെവി തോണ്ടിയിട്ട് എടുക്കുന്ന വൃത്തികേട്, ആ സാധനം തെറിച്ച് പുറത്തേക്ക് പോയി. ഇപ്പം വിഷ്ണുവിൻ്റെ ആണ്ട് നമ്മളതൊന്നും പോയ പോലെ അല്ല, അത് 2 അസുരന്മാരായി മാറി. ആ അസുരന്മാരിൽ ഒരാളുടെ പേര് മധു എന്നും അടുത്ത ആളുടെ പേര് കൈടഭൻ എന്നുമായിരുന്നു. ഈ മധു എന്ന് പറഞ്ഞാൽ വളരെ മധുരം, സ്വീറ്റ്. കൈടഭൻ എന്ന് പറഞ്ഞാൽ ചവർപ്പ് എന്നാണ് അർത്ഥം. അപ്പം ഈ മധുവും കൈടഭനും പുറത്തു പോയി അസുരരൂപം കൊണ്ട് ഭീമാകാരന്മാരായി. ഈ ബ്രഹ്മാവിനെ കണ്ടപ്പോൾ നല്ലൊരു സാധനം ഇരിക്കുന്നൊരു താമരയില്ലേ, അങ്ങ് പിടിച്ച് തിന്ന് കളയാമെന്ന് തോന്നി ഈ അസുരന്മാർക്ക്. ഇപ്പം ഈ 2 അസുരന്മാരും കൂടെ ബ്രഹ്മാവിനെ നേരെ ചീറിപ്പാഞ്ഞ് അടുക്കുമ്പോൾ ബ്രഹ്മാവ് ഈ വിഷ്ണുവിനെ വിളിക്കണം, ഒന്നെന്നെ സഹായിക്കും, ഞാനിപ്പോൾ ജനിച്ചല്ലേ ഉള്ളൂ, എന്നെ കൊണ്ട് ഒന്നിനും വയ്യ, ഇയാളൊന്ന് എണീക്കിടുമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം യോഗനിദ്രയിലാണ്. യോഗനിദ്ര എന്ന് പറയുന്നത് വിശ്വേശ്വരീം ജഗദ്ധാത്രീം സ്ഥിതി സംഹാരണകാരണി നിദ്രാം വിഷ്ണോരതിലാം തേജസഹ പ്രഭു. വിഷ്ണുവിന്റെ തേജസ്സായിരിക്കുന്ന നിദ്രയായിരിക്കുന്ന അമ്മേ, കാളരാത്രി എന്നുള്ള രൂപത്തിലുള്ള ദേവിയാണ്, കാളിയാണ് അവിടെ ഉറക്കിക്കിടത്തിയേക്കുന്ന വിഷ്ണുവിനെ. ഈ ദേവിയെ സ്തുതിക്കുന്നതാണ്. ബ്രഹ്മാവിരുന്ന് അങ്ങ് കുറേ നേരം സ്തുതിക്കും. കുറച്ച് കഴിയുമ്പോൾ ദേവി എന്ത് വെച്ചാൽ ഇയാളെ പതുക്കെ തട്ടി ഉണർത്തും. ആരെ? വിഷ്ണുവിനെ. അദ്ദേഹം എഴുന്നേറ്റ് അപ്പോൾ കണ്ട് 2 അസുരന്മാർ അവർ വിഷ്ണുവിനെ യുദ്ധത്തിന് വിളിക്കും. വിഷ്ണു അവരുമായിട്ട് യുദ്ധം ചെയ്യും. യുദ്ധം ചെയ്ത് വിഷ്ണുവിന് ഒരു തരത്തിൽ ഇവരെ 2 പേരെയും ജയിക്കാൻ സാധിക്കുന്നില്ല. അപ്പം അവസാനം വിഷ്ണു ഇവരോട് ചോദിക്കും, നിങ്ങൾ ഭയങ്കരന്മാരാണല്ലോ, നിങ്ങൾ ജയിക്കാൻ എന്താ വഴി? ഞാൻ പറയും, നിന്നെ കൊണ്ട് പറ്റൂല, ഞങ്ങൾ ഭയങ്കരന്മാരാ, ഞങ്ങൾ നിന്റെ അകത്തുനിന്ന് വന്നവരാ, അതുകൊണ്ട് ഞങ്ങളങ്ങനെ പെട്ടെന്നൊന്നും ഖനിക്കാൻ പറ്റില്ല, എന്തായാലും ഒരു വഴി കാണുമല്ലോ. അപ്പോൾ വിഷ്ണുവിൻ്റെ അടുത്ത് അവർ പറഞ്ഞു, ഞങ്ങളെ നിന്റെ കാലിൻ്റെ അടിയിലിട്ട് കൊല്ലാനേ പറ്റൂ. കാലിൻ്റെ അടിയിലാവണമെങ്കിൽ എന്ത് വേണം? നീ ഞങ്ങളെ കാലം വലുതാവണ്ടേ, അപ്പോഴല്ലേ പറ്റൂ. അപ്പം വിഷ്ണു എന്ത് ചെയ്യുന്നു വെച്ചാൽ 5000 യോജന വലുതായി എന്നാണ് കഥ. അപ്പം യവന്മാരൊരു 5000 യോജന വലുതായി. അപ്പം വിഷ്ണുവിന് ഒരു 5000 യോജനയുള്ള അവർക്ക് 2 പേർക്കുള്ള 10000 യോജനയായി. വിഷ്ണു വീണ്ടും എന്ത് ചെയ്യുന്നു വെച്ചാൽ ബ്രഹ്മധ്യാനം ചെയ്ത് ഞാൻ വിഷ്ണു അല്ല എന്നുള്ള സങ്കല്പത്തിലെത്തി. ഞാൻ ബ്രഹ്മമാണ്, അനന്തമായ ബ്രഹ്മം എന്ന് പറയുന്നത് പുരുഷ സൂക്തത്തില് സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാത് സഭൂമിം വിശുദ്ധോ വൃത്വ അത്യതിഷ്ഠ ദശാങ്കുലം എന്നാണ്. സഹസ്രശീർഷ പുരുഷ, 1000 തലയുള്ളവൻ. സഹസ്രം എന്നുള്ള അതിന് 1000 എന്ന് മാത്രമല്ല, അനന്തം എന്ന അർത്ഥമുണ്ട് സംസ്കൃതത്തില്. സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ, 1000 കണ്ണ്, അനന്ത കണ്ണുകളുണ്ട്. സഹസ്രപാത്, അനന്തമായ കയ്യും കാലുകളും ഉണ്ട്. സഭൂമിം വിശ്വതോ വൃത്ത, ഈ ഭൂമിയും വിശ്വത്തെയും ആകിരണം ചെയ്തതിന് ശേഷം അത്യതിഷ്ഠ ദശാങ്കുലം, പിന്നെ ഒരു ദശാങ്കുലം ബാക്കിയുണ്ടെന്നാണ് പറയുന്നത്. അത്രയും വലുതാണ് വിരാട് പുരുഷ സങ്കല്പം. അപ്പൊ ഈ വിശ്വം അനന്തമാണെന്ന് വേറെ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അനന്തമായതിനെ ആകിരണം ചെയ്ത് നിൽക്കുന്ന ഒരു സാധനം, പിന്നെ അത് കഴിഞ്ഞൊരു ദശാങ്കുലം ബാക്കി നിൽക്കുന്നു, അതാണ് വിരാട് പുരുഷ സങ്കല്പം. അപ്പം ആ രൂപത്തിലേക്ക് വിഷ്ണു വലുതായി കഴിഞ്ഞപ്പോഴാണ് മധുകൈടപന്മാരെ ഹനിക്കാൻ വിഷ്ണുവിന് സാധിച്ചത്. അത് കഴിഞ്ഞപ്പോൾ വിഷ്ണു മധുകൈടപന്മാരെ പിടിച്ച് കാലിൻ്റെ അടിയിലിട്ട് 2 ചമക്കാമക്കിയപ്പോൾ അവർ മരിച്ചു. ഇത് കഥ. ഇനി ഇതിൻ്റെ പ്രസക്തി, നമ്മുടെ ചെവിയിൽ വീഴുന്ന വിഷ്ണുവിനെ നമ്മളായിട്ട് സങ്കല്പിക്കുക. നമ്മൾ ഭഗവാനിൽ നിന്ന് ഭിന്നരല്ല. നമ്മൾ ഭഗവാനാണെങ്കിൽ നമ്മുടെ ചെവിയിൽ കേൾക്കുന്ന നന്മയെ, എന്നെ പുകഴ്ത്തി, ഇപ്പൊ ടീച്ചർ എന്നെ പുകഴ്ത്തി പറഞ്ഞു, അത് മധു. കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ടീച്ചർ പറയാം ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിൽ ഓ കൊള്ളരുതാത്തവനാ, അവൻ്റെ പാട്ട് കൊള്ളരുതാത്ത എന്ന് പറയുമ്പോൾ അത് കൈടഭം. ഇത് രണ്ടും എൻ്റെ ചെവിയിൽ പതിച്ചിട്ടാണ് എൻ്റെ ഈഗോയെ ബൂസ്റ്റ് ചെയ്യുന്നത്, ഞാൻ എന്നുള്ള ഭാവം എനിക്ക് ഉണ്ടാക്കി തരുന്നത്. അതെങ്ങനെ ഉണ്ടാക്കി വരുന്നതനുസരിച്ച് നമ്മൾ ഞാനെന്നുള്ള ഭാവം വലുതാവുന്നതനുസരിച്ച് മധുവും വലുതാവും, കൈടഭനും വലുതാവും. അപ്പൊ അതിനുവേണ്ടി ഭഗവത്ഗീതയിൽ എന്ത് പറഞ്ഞിരിക്കുന്നു? മാനാപമാനയോ സ്തുല്യോ സ്തുല്യോ മിത്രാരിപക്ഷയോ സർവാരംഭ പരിത്യാഗി ഗുണാതീത സമുച്ചതേ. മാനോ അവമാനോ തുല്യമായിരിക്കണം. മാനാപമാനയോ സ്തുല്യോ സ്തുല്യോ മിത്രാരിപക്ഷയോ, മിത്രങ്ങൾ ശത്രുക്കളും എനിക്കുണ്ടാവാൻ പാടില്ല. സർവാരംഭ പരിത്യാഗി, എല്ലാ ആരംഭങ്ങളും ത്യജിക്കണം, തുടക്കങ്ങളെല്ലാം ത്യജിക്കണം എന്നാ. തുടക്കം എങ്ങനെയാ ത്യജിക്കുക? തുടക്കം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ടീച്ചർ എന്നോട് നേരത്തെ ചോദിച്ചു എവിടുന്ന് വരുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഞാൻ ഓഫീസിൽ നിന്ന് വരുന്നു. ആര് വരുന്നു? ഞാൻ ഓഫീസിൽ നിന്ന് വരുന്നു. ഓഫീസിൽ നിന്ന് ഞാൻ ഇറങ്ങി, ഞാൻ തുടങ്ങി.
അത് ഞാനല്ല, ഭഗവാനാണെന്നുള്ള ബോധ്യം വേണം എനിക്ക്. അതാണ് ആരംഭത്തെ ത്യജിക്കാൻ പറഞ്ഞത്. ഞാൻ തുടങ്ങി എന്നല്ല പറയേണ്ടത്, ഭഗവാൻ തുടങ്ങി എന്നുള്ള ചിന്തയോടുകൂടി പറയുന്നത് എന്തുവേണോ പറഞ്ഞോ, ചിന്ത എന്തായിരിക്കണം? ഭഗവാൻ എന്നുള്ള ചിന്ത വേണം. സർവാരംഭ പരിത്യാഗിയായി കഴിഞ്ഞാൽ ഗുണാതീത സമുച്ചതേ. ഇപ്പൊ ഈ മധുവും കൈടഭനും വന്നു കഴിഞ്ഞ് ഞാനിനി എത്ര വലുതായാലും ഞാൻ എന്നെക്കുറിച്ച് കേട്ട നന്മയും വലുതാവും, എന്നെക്കുറിച്ച് കേട്ട തിന്മയും വലുതാവും. ഇത് രണ്ടും നമ്മളെ കാർന്നു തന്നുകൊണ്ടേയിരിക്കും. അതിനെ ഹനിക്കണമെങ്കിൽ അത് വലുതായി വലുതായി എന്ത് പറ്റുന്നറിയോ? നമ്മുടെ സൃഷ്ടിയെ തന്നെ ഇല്ലാതാക്കും. അതാണ് ബ്രഹ്മാവിനെ പിടിച്ച് തിന്നാൻ പോയത്. നമ്മളുടെ ജന്മത്തെ തന്നെ ഇല്ലാതാക്കും നമ്മുടെ ഈഗോ. എത്രയോ പേര് ആത്മഹത്യ ചെയ്യുന്നത് എന്തുകൊണ്ടാ? ഇപ്പൊ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഈ ജെൻസി പറയുന്നത് നല്ല കഥ കേട്ടിട്ടുണ്ട്. ന്യൂജൻ ഡിപ്രഷൻ എന്ന് പറയുന്നതിനേക്കാളും വലിയൊരു അഹങ്കാരം ഈ പ്രപഞ്ചത്തിലില്ല. നമ്മളൊരു രോഗമായിട്ട് അതിനെ കാണുന്നത്. എന്തുകൊണ്ടാണ് ഡിപ്രഷൻ വരുന്നതെന്നറിയോ? എനിക്കെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? ഐ ഡിസേർവ് ബെറ്റർ. ഇയാൾ ആരുവാ? ഈ ചോദ്യം അവനവനോട് ഈ ചോദ്യം ചോദിക്കാൻ പറ്റിയ പ്രശ്നം തീർന്ന്. നമ്മുടെ മുഗളന്മാരുടെ ഇപ്പോഴത്തെ പിന്തുടർച്ചക്കാരൻ ഡൽഹിയിൽ ബുള്ളറ്റ് തലയും റിക്ഷയുള്ള സാധനം ഓടിച്ചുകൊണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ മുഗൾ സാമ്രാജ്യം ഇപ്പൊ നിലനിന്നിരുന്ന അങ്ങേരാണ് ചക്രവർത്തി. കാലം എന്ന് പറയുന്ന സാധനം എന്ത് ഭീകരമാണ്. അതിനകത്ത് നമ്മൾ ഒന്നുമല്ല എന്നുള്ള തിരിച്ചറിവ് ഉണ്ടായി കഴിഞ്ഞാൽ ഒരു സമാധാനമൊക്കെ വരും. അവൻ എന്നെ കുറിച്ച് നല്ലത് പറഞ്ഞ് കേട്ട് എനിക്ക് സുഖിച്ചു, മധു. അപ്പൊ എന്റെ മധു വളർന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ ആൾക്കാർ പറഞ്ഞു, ഇപ്പൊ ഇന്നലെ മിഞ്ഞാൻ നോക്കി ടി വിയിൽ ഭയങ്കര ചർച്ചയായിരുന്നു എന്നെ കുറിച്ച്. എന്നെ ആരാണ്ട് കൊണ്ട് ഷോൾ ഇട്ടെന്ന്. പൊന്നാടിയാണ് ഈ ചെയ്ത ഒരാൾ എന്നെ. അപ്പൊ ഞാൻ കൊള്ളക്കാരനായി. ശരി, അപ്പൊ എന്റെ മനസ്സിടിഞ്ഞു. ഞാൻ മോശക്കാരനായല്ലോ. മോശക്കാരനായാലെന്താ, നന്നായാലെന്താ, ഭഗവാനെ കിട്ടിയോ ഇല്ലയോ നോക്ക്, സമയം കളയാതെ എന്ന് പറയാനുള്ള ആർജവം നമുക്ക് വരുന്ന ദിവസം നമ്മൾ വിഷ്ണുവാവും. നമുക്ക് മധുകൈടവന്മാരെ ഹനിക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ ദ്യോതകമാണ് ഈ കഥ. അതിൽ ഈ കാളരാത്രി എന്ന് പറയുന്ന പ്രഥമം ശൈലപുത്രീതി, ദ്വിതീയം ബ്രഹ്മചാരിണി, തൃതീയം ചന്ദ്രകണ്ഠേന്തി, കൂഷ്മാണ്ഡേതി ചതുർത്ഥകം, പഞ്ചമം സ്കന്ധമാദേതി, ഷഷ്ടം കാത്യായനീച, സപ്തമം കാളരാത്രിതു. അവിടം തൊട്ടുള്ള 3 ദേവതമാര് കാളിയാ. ആ കാളിയാണ് നമുക്ക് ഈ ബോധം തരേണ്ടത്. അതുകൊണ്ട് കാളി എന്ത് ചെയ്യുന്നു? കാളി മുണ്ടമാല കയ്യിൽ പിടിച്ചിരിക്കുന്നു. നമ്മുടെ തല ഒരു കൈ പിടിച്ചിരിക്കുക. ഇനി ഞാൻ നോക്കിക്കോളാം, നീ നിന്റെ തലയെങ്കിൽ തന്നേരെ കൊടുക്കണം. കൈകൾ കൊണ്ട് പാവാട ഉണ്ടായിരിക്കുക, നീ ഒന്നും ചെയ്യണ്ട, ഞാൻ ചെയ്തോളാം. ഈ ബോധത്തോടു കൂടി ഭഗവാനെ സ്മരിക്കാനുള്ളതിന്റെ നാന്ദിയാണ് ശ്രീപത്മനാഭന്റെ സങ്കല്പം. നവരാത്രിയും പത്മനാഭമായിട്ടുള്ള ബന്ധം, പത്മനാഭനെ ഉണർത്തി പത്മനാഭനാക്കി മാറ്റിയത് ഭദ്രകാളിയാണെന്നുള്ള തിരിച്ചറിവ്. ഇനി ശ്രീ സരസ്വതിയിലോട്ട് ഞാൻ പാടാൻ പോവാ. അയ്യോ 7 മണിയായിട്ട് ഇത്ര.
ഈ കൊച്ചിനോട് പറഞ്ഞിട്ടുള്ള എൻ്റെ കച്ചേരിയാ, വയലിൻ കച്ചേരി അല്ല, എന്നാലും കേൾക്കത്തില്ല. ശ്രീ സരസ്വതി നമോസ്തുതേ, ശ്രീ സരസ്വതി നമോസ്തുതേ, വരദേ ശ്രീ സരസ്വതി നമോസ്തുതേ, വരദേ വരദേ ശ്രീ സരസ്വതി നമോസ്തുതേ, വരദേ വരദേ ശ്രീപതി ഗൗരി പതി ഗുരു ഗുഹവിനുദേ വിധിയുവദേ ശ്രീ സരസ്വതി നമോസ്തുതേ, വരദേ വരദേ ശ്രീപതി ഗൗരി പതി ഗുരു ഗുഹവിനുദേ വിധിയുവദേ ശ്രീ സരസ്വതി നമോസ്തുതേ. വാസനാത്രയ വിവർജിത വരമുനിവോദിതമൂർത്തേ, വാസനാത്രയ വിവർജിത വരമുനിവോദിതമൂർത്തേ, വരവിതരണ ബഹുകേ ఆశయుత ముఖాంబురు హే అద్భుత చరణాంబురు, సంసార విద్యావహే సకల మంత్రాక్షరకు, సంసార విద్యావహే సకల మంత్రాక్షరకు, హే శ్రీ సరస్వతి నమోస్తుతే, వరదే వరదే శ్రీపది గౌరీ పది గురు గుహవినుదే విధి శ్రీ సరస్వతి. పవ మగరి సరి మ శ్రీ సరస్వతి, దద పవ మగరి మ శ్రీ సరస్వతి, పద 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 మ పద రి మ పద ధరి మ పద ప మ గరి మ శ్రీ సరస్వతి, పద పద ప మ గరి మ పద సరి సరి ద ప ప ర దే వదే మమ దని సరి మగరి సరి ద పద 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 దే వదే రి సరి మగరి సని ద సరి మగరి మ పద పద సరి మగరి సని ద మగరి సరి మ పద శ్రీ సరస్వతి, పాద బాబ మగరి రి పాద బాబ మగరి రి పమ బారి సరి సద సరి మ పద పద దేవదే, పద మ బబ రి మ సరి రి ద సరి సరి ద సరి మ పద రి సరి ద పద మ ప సరి మ శ్రీ సరస్వతి. ടീച്ചറിന്റെ കുറപ്പാനി
ധപ്പ ബാബ മപദ മകരി മപ മകരി സനി ധരി മകരി രി മപദ മപ ധരി സനി ധപ്പ മപ പദരി ധരി സനി ധപ്പ മകരി മപം ധരി രി ധദ പദ മപ പരി മകരി ധരി മപം ധനി ധപ മകരി മപം സപ മപ മകരി മപം മപദ പം രി മപ മകരി രി സനി ധദ സരി രി മരി മമ പമ പദ പദ ദദ ദദ ധരി മഗരി സനി ധ മഗരി സരി മപദ രി മപദ ദദ പ മകരി മഗരി സനി ധ മഗരി സരി മപദ രി മപദ ദ മപദ ധരി മഗരി സനി ധ മഗരി സരി മപമ രി മപദ പപ്പ മകരി മസി സരസ്വതി നമോസ്തുതേ പരദേവദേ ശ്രീപതി ഗൗരി പതി ഗുരു ഗുഹവിനു ദേവി ശ്രീ സരസ്വതി നമോസ്തുതേ സരദേവദേ കുറപ്പ് അതുപോലെ പാടി. കുറപ്പ് വരെ പാടാൻ ടീച്ചർ സഹായിച്ചു തന്നുകൊണ്ടാണ് പാടി. ഇനി പെട്ടെന്ന് ധനലക്ഷ്മിക്ക് സമയമായി അല്ലേ? ഞാൻ ഇനി ഒരു തില്ലാരം കൂടി പാടി അവസാനിപ്പിക്കാം. ഞാൻ ഈ സരസ്വതിയെ കുറിച്ച് 2 വാക്ക് പറഞ്ഞോട്ടെ. ഈ സരസ്വതി സങ്കല്പം ഈ നവരാത്രി 2 ഉണ്ട് ടീച്ചറെ. നമുക്കറിയാത്തൊരു നവരാത്രിയാണ്. നമ്മളെല്ലാവരും സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ് നവരാത്രി ആഘോഷിക്കുന്നത്. യഥാർത്ഥത്തിൽ ഗുപ്ത നവരാത്രി എന്ന് പറഞ്ഞ് താന്ത്രികർക്ക് മാത്രമായിട്ടുള്ള നവരാത്രി ഉണ്ട്. അത് നമ്മുടെ ചൈത്രമാസത്തിൽ, അതായത് നമ്മുടെ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് അതുണ്ടാവാറ്. ഈ ഗുപ്ത നവരാത്രി എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ദശമഹാവിദ്യകൾ എന്ന് പറഞ്ഞാൽ കാളി, താര, ത്രിപുരസുന്ദരി. ആ ത്രിപുരസുന്ദരിയാണ് നേരത്തെ ഞാൻ പറഞ്ഞ ഷോഡശി എന്ന് പറയുന്നത്. ആ ത്രിപുരസുന്ദരിക്ക് നമ്മുടെ താന്ത്രിക മതത്തിൽ പറയുന്നൊരു ഭാഷയുണ്ട്. ശ്രീ ത്രിപുരസുന്ദരി സേവന തത്പരാണ് ഭോഗശ്ച മോക്ഷശ്ച കരശ്ചേവ എന്നാണ് പ്രമാണം. ത്രിപുരസുന്ദരി ഉപാസനകൾ ബാക്കി എല്ലാ ദേവന്മാരെയും നമ്മൾ ഉപാസിക്കുമ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത് ഉപേക്ഷിക്കണം. ഏതാ? ഭോഗങ്ങളൊക്കെ ഉപേക്ഷിക്കണം. പക്ഷെ ത്രിപുരസുന്ദരിയുടെ ഇതിന് അങ്ങനെ പറഞ്ഞിട്ടില്ല. ഭോഗശ്ച മോക്ഷശ്ച കരശ്ചേവ, ഭോഗവും കൊടുക്കും മോക്ഷവും കൊടുക്കും അമ്മ. മാത്രമല്ല ഒരു വലിയ അത്ഭുതം എന്ന് പറഞ്ഞാൽ അമ്മ മാതൃഭാവമാണ്. അപ്പം മക്കൾ എന്ത് ചെയ്താലും അമ്മയ്ക്ക് അങ്ങ് പേടിപ്പിക്കുകയുള്ളൂ, ഉപദ്രവിക്കത്തില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇരിക്കുന്നത്. ഞാൻ ടീച്ചർ അറിയാത്തോടെ എൻ്റെ ശ്രീചക്രരാജ സിംഹാസനേശ്വരിയിലെ ഒരു സാധനം എന്നെക്കുറിച്ച് ഉണ്ടാക്കിയതാ. അതൊന്നും ഞാൻ പാടിക്കോട്ടെ, കുറച്ചേ ഉള്ളൂ. നാഥനാമക്രിയയിലുള്ള ഭാഗം മാത്രം എന്നെക്കുറിച്ചുണ്ടാക്കിയതാ. എനിക്ക് പാടുമ്പോൾ എനിക്ക് അതാ എന്നെക്കുറിച്ചാന്നാ മനസ്സിലാവുന്നേ. ഉഴദ്രതിരിന്ത എന്നെ ഉത്തമനാക്കി വൈതായ്, ഉഴദ്രതിരിന്ത എന്നെ ഉത്തമനാക്കി വൈതായ്, ഉയറിയ പെരിയോരുടൻ ஒன்றிட கூட்டி வைத்தாகுரந்திருந்த என்னை உத்தமனாக்கி வைத்தாய், உயரிய பெரியோருடன் ஒன்றிட கூட்டி வைத்தாய்,
நிழலன தொடர்ந்த முன்னூர் கொடுமையை நீக்க செய்தார். நிழலன தொடர்ந்த முன்னூர் கொடுமையை நீக்க செய்தார். நித்ய கல்யாணி பவானி பத்மேஸ்வரி, நித்ய கல்யாணி பவானி பத்மேஸ்வரி, ஸ்ரீ சக்கரராஜ சிம்ஹாசனேஸ்வரி, ஸ்ரீ லலிதா அம்பிகே புவனேஸ்வரி, ஆகம வேத கலாமய ரூபிணி, ஆகம வேத கலாமய ரூபிணி, அகில சராச்சர ஜனனி நாராயணி, நாககுங்கன ராஜமனோஹரி, ஞான வித்யேஸ்வரி ராஜராஜேஸ்வரி, ஸ்ரீ சக்கரராஜ சிம்ஹாசனேஸ்வரி, ஸ்ரீ லலிதா அம்பிகே. ഇതിനെക്കുറിച്ച് 2 വാക്ക് എനിക്ക് പറയണം. ഉഴന്തിരിന്ത എന്നെ പരീക്ഷ എഴുതാതെ ക്ലാസ്സിൽ പോവാതെ തെണ്ടി തിരിച്ച് നടന്നൊരുത്തലായിരുന്നു ഞാൻ. എൻ്റെ മൂത്ത പെങ്ങളുടെ ഇരിപ്പുണ്ട്, അളിയിരിപ്പുണ്ട്, ഒരു സാക്ഷികളാണ്. അങ്ങനെയുള്ള എന്നെ നിർത്താതെ വെച്ചിരുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ആള് ലളിതാ സഹസ്രനാമ ജപമാണ്. അത് നിർത്തിയിരുന്നില്ല, അന്നും നിർത്തിയിട്ടില്ല, ഇന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്നെ ഉത്തമനാക്കാൻ തീരുമാനിച്ചു. അപ്പം ഞാൻ ഉത്തമനായാലും ഇല്ലെങ്കിലും നാട്ടുകാരെന്നെ ഉത്തമെന്ന് പറയാൻ തുടങ്ങി. IPS തന്നു. ഉയരിയ പെരിയോരുടൻ എന്നിട്ട് ഇപ്പൊ പറയണ വാക്ക് എന്തൊക്കെയാണെന്നറിയോ? എവിടേക്കോ ടീച്ചറും പറഞ്ഞു, ടീച്ചർ പറഞ്ഞിട്ട് ആൾക്കാർ ചോദിച്ചു. ഇപ്പൊ ഞാനും പ്രസംഗിക്കാൻ തുടങ്ങി. എന്ത്? ഓമനക്കുട്ടി ടീച്ചറും ഞാനും കൂടെ ഒരു പരിപാടി നടത്തുന്നു. എവിടെ കിടക്കുന്നു ഓമനക്കുട്ടി ടീച്ചർ? എവിടെ കിടക്കുന്നു ഞാൻ? അതാണ് ഉയരിയ പെരിയോരുടൻ, അവരുടെയൊക്കെ കൂട്ടത്തിൽ ഇരുത്തിയിരിക്കുക എന്നെ. ഇത് കഴിഞ്ഞിട്ടോ നിഴലന തുടർന്ന മുന്നൂർ, നിഴല് പോലെ പിന്തുടരാണ് ഞാൻ ചെയ്ത കുടുംബങ്ങളൊക്കെ. കൊടുമയെ നീക്ക ചെയ്ത, അതൊക്കെ നീക്കിക്കളഞ്ഞ്. ഇനി അടുത്തിത് ഞാൻ പാടി കേട്ടപ്പം ഈ പെണ്ണെന്നോട് പറഞ്ഞു, ഇതെന്തുവാ നാഥനാമക്രിയ അല്ല. ഏതാ പറഞ്ഞത്? നിത്യ കല്യാണി എന്നേ പാടാവോ? ഞാൻ അങ്ങനെ അല്ല പാടുന്നത്. നിത്യ കല്യാണി. എന്താ അങ്ങനെ പാടുന്നതിന്റെ അർത്ഥം എന്താണെന്നറിയോ? എനിക്കിനി നിന്റെ മുമ്പിൽ ഒന്നുമില്ല, നഗ്നനായിട്ട് കുഞ്ഞായിട്ട് നിന്റെ നിത്യ കല്യാണി ഭവാനി പത്മേശ്വരി. നാഥനാമക്രിയയുടെ സ്വരസഞ്ചാരമൊക്കെ ഇതിന് മാറിപ്പോയാലും എൻ്റെ ഹൃദയം എടുത്ത് ഞാൻ പുറത്തു വെച്ചേക്കുക. നിത്യ കല്യാണി ഭവാനി പത്മേശ്വരി, ശ്രീ ചക്രരാജ. തന്നെ ഉച്ചയ്ക്ക് വഴക്ക് പറഞ്ഞേ ഉള്ളൂ ഇവിടെ, ഇങ്ങനെ പാടി തന്നെ. സിംഹാസനേശ്വരി. എന്താണെന്നറിയോ? അമ്മ കന്യാരൂപത്തിൽ വന്നാ ചിലപ്പം തട്ട് തരുന്നേ. ശ്രീ ലളിതാ അംബികേ ഭുവനേശ്വരി. അപ്പം ഞാൻ ദശമഹാവിദ്യകളെ കുറിച്ച് പറഞ്ഞോട്ടെ, എന്നിട്ട് വേഗം അവസാനിപ്പിക്കാം. ഈ ദശമഹാവിദ്യകളില് കാളി, താര, ത്രിപുരസുന്ദരി, ത്രിപുരസുന്ദരിയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അടുത്തത് ഭുവനേശ്വരി, അടുത്തത് ഭൈരവി. ഇതെല്ലാം നമ്മൾ കേട്ട് കാണും. ഇനി കേൾക്കാത്ത 1-2 സാധനങ്ങളുണ്ട്, അത് ഞാൻ പറഞ്ഞ് പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഭൈരവി നിങ്ങൾ കേട്ട് കാണും. ഭുവനേശ്വരി ക്ഷേത്രങ്ങൾ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്. ത്രിപുരസുന്ദരി കേട്ടിട്ടുണ്ട്. പിന്നെ താര ചിലപ്പോൾ കേട്ട് കാണില്ല, പക്ഷെ താര എന്ന് പറയുന്നത് ബുദ്ധമത സങ്കല്പത്തിലുള്ള ദേവീ രൂപമാണ്. എന്നാലും അത് യഥാർത്ഥത്തിൽ ഉണ്ടായിരിക്കുന്നത് നമ്മുടെ ദശമഹാവിദ്യകളിൽ നിന്ന് കടമെടുത്തതാണ്. വജ്രായന സമ്പ്രദായത്തിലുള്ള താരാ ദേവിയുടെ ആരാധനയുണ്ട്. അതും നമ്മളൊരു പക്ഷെ കേട്ട് കാണാം. നമ്മൾ കേൾക്കാത്ത 2-3 ആൾക്കാരുണ്ട്, അവരെ ഒന്ന് പരിചയപ്പെടുത്താനാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത്. ചിന്നമസ്ത. ചിന്നമസ്തയുടെ രൂപം സ്വന്തം കഴുത്ത് ഛേദിച്ച് നിൽക്കുന്ന ദേവിയാണ് ചിന്നമസ്ത. ചിന്നമസ്ത സ്വന്തം ഗളച്ഛേദം നടത്തി സ്വന്തം തല സ്വന്തം കയ്യിൽ പിടിച്ച് അവിടെ നിന്ന് 3 സ്ട്രീംസ് ആയിട്ട്, അതാണ് ത്രിമൂർത്തികളുടെ സങ്കല്പം.
3 സ്ട്രീംസ് ആയിട്ട് ചോര പോവാണ്. എന്നിട്ട് അതിനപ്പുറത്ത് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടെടുക്കുന്ന ഒരു പുരുഷനും സ്ത്രീയും കിടക്കുകയും ചെയ്യുന്നു. ഇതാണ് ചിന്നമസ്താരൂപം. അതായത് പഞ്ചമകാര സാധന എന്ന് പറയും ദേവിക്ക്. മദ്യം, മാംസം, മത്സ്യം, മുദ്ര, മൈഥുനം, മൈഥുന സാധന വരെ ദേവിക്ക് പറഞ്ഞിട്ടുണ്ട്. ഇത് ഗുപ്ത സാധനയാണ്. ആ അമ്മ ചിന്നമസ്ത, സ്വന്തം കഴുത്ത് ചെയ്തിരിക്കുന്ന ചിന്നമസ്ത. ചിന്നമസ്തയെക്കുറിച്ച് പറഞ്ഞാൽ അതിന് വേണ്ടി 2 ദിവസം വേണ്ടി വരുന്നുള്ളൂ. ഇത്ര മാത്രം ഞാൻ പറയും. ഇങ്ങനെ ദേവിയുണ്ട്. ബംഗാളിലും കാശ്മീരത്തിലും ഈ ദേവിയുടെ ഉപാസകർ ഒരുപാട് പേരുണ്ട്. ചിലരുമായിട്ട് എനിക്ക് ബന്ധമുണ്ട്, പരിചയമുണ്ട് ചിലരെ. അടുത്തതാണ് വളരെ രസകരമായൊരു ദേവി, ധൂമാവതി. നമ്മൾ ജേഷ്ഠാഭഗവതി, ചേഷ്ഠാഭഗവതി എന്ന്, ജ്യേഷ്ഠാഭഗവതി ധൂമാവതി അമ്മയുടെ അവതാരമാണത്രേ. ധൂമാവതിയുടെ രൂപം, പല്ലില്ല, 2-3 പല്ലൊക്കെ പോയി, വയസ്സായി, വിധവയാണ്. എങ്ങനെയാ വിധവയായെന്ന് ചോദിച്ചാലോ, സ്വന്തം ഭർത്തൃപദത്തിലിരിക്കുന്ന ശിവനെ പിടിച്ച് ഈ അമ്മ തിന്നു എന്നാണ്. ഇപ്പൊ തിന്നു എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഇതെന്ത് അങ്ങനല്ല. ലളിതാ സഹസ്രനാമത്തിൽ പറയുന്നുണ്ട്, മഹേശ്വര മഹാകൽപ്പ മഹാതാണ്ഡവ സാക്ഷിണി. മഹേശ്വരനാണ് ആദ്യം എല്ലാരെയും. ഞാൻ നേരത്തെ ചൊല്ലിയ ശ്ലോകത്തിലുണ്ടായിരുന്നു, ഹരസംശുദ്ധ്യനം ഭജതി പസിതോദ്ധൂളന വിധിം. ഹരൻ വിധിപ്രകാരം ബ്രഹ്മാവിനെയും വിഷ്ണുവിനെയും വരെ ഇല്ലാതാക്കി കൊന്നുകളയും പ്രളയാന്തരത്തില് അവസാനം വരുമ്പോ. അത് കഴിഞ്ഞിട്ട് അമ്മയുടെ മുമ്പിൽ ഒറ്റയ്ക്ക് നിന്ന് നടനമാടുന്നവനാണ് ആരത്രേ, മഹേശ്വരൻ. ആ മഹേശ്വരൻ കുറച്ച് കഴിയുമ്പോൾ അമ്മ പിടിച്ചങ്ങ് തിന്നുവന്ന്. തിന്നു കഴിയുമ്പോൾ അമ്മ വിധവയായി, ഭർത്താവില്ലല്ലോ. അങ്ങനെ വിധവയായിരിക്കുന്ന അമ്മയാണ് ധൂമാവതി രൂപത്തിൽ നമ്മൾ ആരാധിക്കുന്നത്. ആ ധൂമാവതി രൂപത്തിൽ ആരാധിക്കുന്ന അമ്മയുടെ രഥത്തിന് കുതിരകളില്ല. കാരണം ലക്ഷ്യബോധമില്ലാതെയാണ് പോകുന്നത്. ബലിക്കാക്കയാണ് അമ്മയുടെ കൂടെ ഇരിക്കുന്നത്. എന്താ ബലിക്കാക്കയുടെ ലക്ഷണം? മരണം. മരണം കഴിഞ്ഞ് വരുന്ന ആളാണ് ബലിക്കാക്ക. ധൂമമാണ് ധൂമാവതിയുടെ. അതായത് ഈ ധൂമാവതി അമ്മയുടെ സങ്കല്പം എന്ന് പറഞ്ഞാൽ പ്രപഞ്ച സൃഷ്ടി കഴിഞ്ഞു, പ്രളയം കഴിഞ്ഞു, ശിവൻ വരെ ഇല്ലാതായി കഴിയുമ്പോൾ ബാക്കി നിൽക്കുന്ന ശക്തി ചൈതന്യമാകുന്നു ധൂമാവതി. അപ്പൊ ഈ ധൂമാവതി ഉപാസനയുടെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ജീവിതത്തിൽ ഒരു ലക്ഷ്യവുമില്ലാതെ നമ്മൾ തകർന്നടിയുന്ന സ്ഥലങ്ങളില്, സമയങ്ങളില്, പ്രളയം വരുമ്പോ, വലിയ ആപത്ത് വരുമ്പോ, ഈ ആപത്തിന് ഹേതുവായിരിക്കുന്നത് ഈ ധൂമാവതി അമ്മയാണെന്നുള്ള സങ്കല്പത്തോടു കൂടി ഈ ധൂമാവതി ഉപാസിച്ചാൽ, അമ്മയൊന്ന് വഴിമാറി തന്നാൽ ആ ദുരിതം തീർന്നു എന്നർത്ഥം. ഈ ധൂമാവതി സങ്കല്പവും ചിന്നമസ്തയും നമ്മുടെ നാട്ടുകാർക്ക്, നമുക്കിത് നല്ലത് കേൾക്കാനല്ലേ താല്പര്യമുള്ളൂ. അമ്മ നന്മയുമാണ് തിന്മയുമാണ്. സങ്കല്പങ്ങളെല്ലാം അമ്മയാണ്. അപ്പൊ ആ സങ്കല്പത്തിലും കൂടെയുള്ള ഉപാസനയ്ക്ക് നവരാത്രി ഹേതുവാണ്, കാരണമാണ്. 7-ാം ദിവസമാണ് ധൂമാവതിയുടെ ദിവസം. അത് ഗുപ്ത നവരാത്രിക്കാർക്ക്. നമ്മൾ സാധാരണ മഹിഷാസുരനെ കൊന്ന അമ്മയെ മാത്രം അറിഞ്ഞാൽ മതി. അതാണ് സ്ഥൂല രൂപത്തിലുള്ള അമ്മ. ഇതൊക്കെ സൂക്ഷ്മ രൂപത്തിലുള്ള ദർശനങ്ങളാകുന്നു. മനസ്സിലാക്കുന്നത് നല്ലതാണ്. പ്രാക്ടീസ് ചെയ്യുന്നത് വീരസാധനയാണ് ഇതെന്നാ പറയുന്നത്. വീരന്മാരുടെ സാധനയാണ്. എന്താ, ആരാണ് വീരന്മാര്? തന്ത്രം മനുഷ്യനെ 3ആയി തിരിച്ചിരിക്കുന്നു. പശു, മൃഗം, ദൈവം. പശു, വീരൻ, ദൈവം. പശു എന്ന് പറഞ്ഞാൽ പാശങ്ങളാൽ ബന്ധിതരായവരാണ് പശുക്കള്. ഏതാണ് പാശങ്ങൾ? കാമക്രോധ മുതലോഭ മത്സരാദികളാണ് പാശങ്ങൾ. നമ്മളൊക്കെ പശുക്കളാണ്. വീരന്മാർ ഇതിനതീതരായവരാണ്. അവര് ഭഗവാന്മാരെന്ന് പറയപ്പെടും. ഭഗവാന്മാർക്കാണ് ഇങ്ങനെ ഉപാസന പറഞ്ഞിട്ടില്ല. നമ്മളതൊക്കെ മനസ്സിലാക്കിയാൽ മതി, അറിഞ്ഞിരുന്നാൽ മതി. ഇനി ടീച്ചർ 7:30 വരെ എക്സ്റ്റൻഷൻ തന്നു. ഇനി ആകെ 3 മിനിറ്റേ ഉള്ളപ്പോൾ ഞാൻ ഒരു തില്ലാന പാടി അവസാനിപ്പിക്കാം. ഹംസാനന്ദിയിലൊരു തില്ലാനുണ്ട് ടീച്ചറെ, ബാലമുരളീകൃഷ്ണ സാറിൻ്റെ. ിന്ദ
തരികിടകിടകോം തരികിടതോം കിടതോം തരികോം തരി ജന്തരിതില്ലനം കിടകതോം തരികിടകിടകോം തരികിടതോം കിടതോ പത്മനാഭവൽജിഭൂപ പത്മനാഭവൽജിഭൂപ ബാലരാമവർമ്മ പത്മനാഭവൽജിഭൂപ ബാലരാമവർമ്മ ഭാഗ്യവലതി യചിത്രോദയനീലം നിത്യചിത്രോദയനീലശീലം ദ്വിജസജാനുഗലാനുഗോ നിത്യചിത്രോദയനീലശീലം നിജസജാനുഗലാനുഗോ ാകിട ജയകുതനം ദരി ദരിത ജനുദരി വിധി ജനുദരി തം ാകിട ജയകുതനം ദരി ദരിത ജനുദരി വിധി ജനുദരി തം തം കിടകതീർന്ന കിടകതീർന്ന താം താം കിടകതീർന്ന ാകിട ജയകുതനം ദരി ദരിത ജനുദരി വിധി ജനുദരി തം തം കിടകതീർന്ന കിടകതീർന്ന താം താം കിടകതീർന്ന സംഗീതഭാരതി എല്ലാ വർഷവും അർഹരായ വ്യക്തികൾക്ക് ധനസഹായം നൽകുന്നുണ്ട്. ഇത്തവണ അദ്വൈത് ആർ സുന്ദറിനാണ് അദ്വൈത് ആർ സുന്ദർ അല്ലേ? എസ് ഓക്കെ, അദ്വൈത് എസ് സുന്ദർ. ആ മോന് ടീച്ചർ ഇത്തവണ ഞങ്ങളുടെ ഈ സ്നേഹ ഉപഹാരം ശ്രീജിത്ത് സർ നൽകുന്നു. സാറുമായിട്ട് ഈയിടയ്ക്കാണ് ഞാനും ഒന്ന് അടുപ്പമായത് വീട്ടിലൊക്കെ വന്നപ്പം. അപ്പോൾ സാറിൻ്റെ പാട്ടും അതുപോലെ സാറിൻ്റെ വർത്തമാനം, ഇതാണ് സാറിൻ്റെ സ്പീച്ചും കച്ചേരിയിലുള്ള. അത് ഭയങ്കര രസമായിട്ടാണ് എല്ലാവരും ആസ്വദിച്ചിരുന്നത്. സമയം പോയത് അറിഞ്ഞില്ല സാർ, ചുമ്മാ പറയല്ല. ഇത്രയും സമയവും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് സാർ അത് പ്രസന്റ് ചെയ്തത്. അതാണ് അടുത്തത് പറയാൻ വരുന്നത്. ഇതിന് സാറിന്റെ ലൈഫ് എത്രത്തോളം തിരക്കേറിയതാണെന്നറിയാം. ഉറക്കമില്ലാത്ത ഒരു ലൈഫാണ്. അതിനിടയ്ക്ക് ഈ കർണാട്ടിക് മ്യൂസിക് അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ ഇതിനു വേണ്ടി സമയം മാറ്റി വെച്ച് കുറപ്പൊക്കെ പ്രിപ്പയർ ചെയ്ത് ആ കണക്കുകളൊക്കെ വളരെ കറക്റ്റായിട്ടാണ് സാറ് പാടിയത്. അതിനൊരു വലിയ റൗണ്ട് ഓഫ് അപ്ലോസ് നമ്മൾ എല്ലാവരും കൊടുക്കണം. അത് ഹാറ്റ്സ് ഓഫ് സാർ. സമയം നമ്മളൊക്കെ നമ്മുടെ പണി പിന്നെ ഈ പാട്ട് മാത്രമായതുകൊണ്ട്, എന്നിട്ടും അതിലും നമ്മൾക്ക് കുറെ ഈ എക്സ്ക്യൂസസ് പറയാറുണ്ട് പല മ്യൂസീഷ്യൻസും. പക്ഷെ ഇത് കണ്ടുപഠിക്കേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹത്തിന്റെ വേറൊരു പ്രൊഫഷനായിട്ട് പോലും അദ്ദേഹം പാട്ടിന് വേണ്ടി സമയം മാറ്റി വെച്ച് ഇത്രയും സിൻസിയറായിട്ട് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടൊരു കോൺസേർട്ട് നടത്തി അദ്ദേഹത്തിന് വലിയൊരു അത് നടത്തി. അതെ, ഇന്നത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്ന ഈ പ്രോഗ്രാം ആണ്.
അത് തന്നെയല്ല, ആ ഓരോ കീർത്തനവും പാടിയിട്ട് അത് കണക്ട് ചെയ്യുന്ന രീതി, അത് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് പഴയ ഹരികഥ ആണോ എന്ന് പോലും നമുക്ക് തോന്നും. ചപ്പളാങ്കട്ടയും കൂടെ ഉണ്ടായിരുന്നേ തനി ഹരികഥയായിരുന്നതിന്. ഇത് തുടരണം തീർച്ചയായിട്ടും. ഇതുപോലുള്ള കീർത്തനങ്ങൾ പാടിയിട്ട് അത് കണക്ട് ചെയ്ത് പറയുന്ന ആ ഒരു രീതി, അത് പറയാതിരിക്കാൻ പറ്റില്ല. വളരെ നന്ദി ഇവിടെ വന്നതിനും. നല്ല ഒരു പ്രസംഗമാണോ എന്ന് പറയേണ്ട, കച്ചേരി കം പ്രസംഗ് സ്പീച്ച് അത് നടത്തിയതിന് വളരെ സന്തോഷമുണ്ട്. സംഗീത ഭാരതി എല്ലാ അംഗങ്ങളും അതിന് നന്ദി പറയുകയാണ്.